ഞാനിപ്പോൾ അടുത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള സാധനം എന്താ വെച്ചാൽ റസൂല് സിക്സ് പാക്ക് ആയിരുന്നു. അതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ആധികാരികമായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ റസൂലിനെ വിവരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അതായത് അതായത് റസൂലിൻ്റെ അപ്പിയറൻസ്, നമ്മളിപ്പോൾ ഒരാളുടെ ബോഡി, ഒരാളുടെ കണ്ണ്, മൂക്ക്, അങ്ങനെ റസൂലിനെ മൊത്തത്തിൽ വിവരിച്ചിട്ടുണ്ട് സ്വഹാബാക്കൾ മൊത്തം. അപ്പോൾ അതിൽ റസൂലിനെ ഇങ്ങനെ ഓരോന്ന് വിവരിച്ചിട്ട് ഷമായിലിനാണ് അത് ഫുള്ള് പറയുന്നത്, ഇങ്ങനെ റസൂലിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതിൽ വയറിനെ കുറിച്ച് പറയുന്ന സാധനമാണ്. അതായത് റസൂലിൻ്റെ ചെസ്റ്റും ബെല്ലിയും ഇങ്ങനെ ഒരേ ലൈനിലായിരുന്നു ഉണ്ടാവുക. നമുക്കൊക്കെ പറഞ്ഞാൽ വയറ് കൂടിക്കഴിഞ്ഞാൽ ചെസ്റ്റ് എവിടെയും ബെല്ലി പുറത്തുമായിരിക്കും. റസൂലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെസ്റ്റും ബെല്ലിയും അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഒരു രണ്ടും തമ്മിലൊരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് ഇങ്ങനെ റസൂലിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അതിൽ തന്നെ ഹദീസുകളിൽ കാണാം, എന്താണ് സവാ ഉൽ ബത്നി വസ്വദർ, അതായത് ഒരേപോലെയാണ് സാധനം. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന സാധനം എന്താ വെച്ചാൽ, അത് എന്താണ്, നമ്മൾ റസൂല് അങ്ങനെയാണ്, സ്വഹാബാക്കൾ അങ്ങനെയാണ്, ഭയങ്കര ഹൈ ഫിറ്റ്നസിൻ്റെ മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മളവിടെ വലിയ മൗലവിമാരെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു വലിയ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ അധികവും എന്താ വയറ് ചാടിയിട്ടുള്ളത്. അപ്പം ഇത് ഇപ്പോൾ ഭയങ്കര നോർമായി മാറിയാണ്. അതായത് വയറ് ചാടുക എന്ന് പറയുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര നോർമലാണ്. സാധാരണ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റേ വല്യമാരൊക്കെ ഇപ്പൊ എന്റെ കുറെ ക്ലയൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഗൾഫിൽ നിന്ന് തടി പറഞ്ഞു വരും. അപ്പം അയ്യോ മെല്ലി അവിടെ എന്താ പനിയാണ്. ഇപ്പൊ കല്യാണ ചെറുക്കനെ നോക്കുമ്പോഴൊക്കെ കുറച്ച് തടിയൊക്കെ ഉണ്ടായിട്ട് പള്ളൊക്കെ ഉള്ള ആളാണെങ്കിൽ നോർമൽ എന്ന് പറയുന്നത് കുറച്ചൊരു പള്ളുള്ള ഒരാളാണ്. അത് എല്ലാരും നേരിടുന്നൊരു പ്രശ്നമാണ്. നോർമൽ ആവുക എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്, ആ ചെക്കൻ പോരാ, തടിയില്ല, അങ്ങനെയൊക്കെ. ഇപ്പം ഉള്ളിൽ ഫിറ്റ് ആണെങ്കിലും കുറച്ച് പള്ള വേണം. എന്റെ ഇപ്പൊ പണ്ട് പറഞ്ഞിരുന്നു, അതായത് ഇവിടുന്ന് ലാഞ്ചിക്കൊക്കെ ആണല്ലോ ആളുകള് പണ്ട്, ഇവിടുന്ന് പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ടാണ്, വിശന്നൊട്ടി വയറൊട്ടിയിട്ടാണ് ആളുകൾ കഷ്ടപ്പാട് കൊണ്ടാണ് പോകുന്നത്. ആ കഷ്ടപ്പാട് എങ്ങനെയും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്കൊക്കെ കുടിയേറുന്നത്. അപ്പോൾ അവിടെ ബന്ധമല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, കത്തടപാട് പോലെ ദിവസം ഒരു ബന്ധമല്ലല്ലോ. അപ്പം ആകെ പോയ മക്കളെ കുറിച്ച് അറിയാനുള്ള വീട്ടുകാർക്കുള്ള ഏക ഉപാധി എന്നാൽ അവിടെ നിന്ന് ആരെങ്കിലും തിരിച്ചു വരുമ്പോൾ കൂടെ ഉണ്ടായവരോട് ചോദിക്കും. ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന് ഭയങ്കര, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം മലപ്പുറത്ത്, അവിടെ കുറേ ആളുകൾ എൻ്റെ വല്യപ്പാൻ്റെ കാലം മുതലേ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും അവിടെ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യും, പുരക്കാർ പോകും, എന്നിട്ട് ചോദിക്കും, ആദ്യം ചോദിക്കും എൻ്റെ മോൻ തടിച്ചോ. അതായത് തടിക്കാന്ന് പറയുന്നതാണ് ഒരു നല്ല ക്വാളിറ്റി മെച്ചപ്പെടുക. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ നാട്ടില് ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഈ ഒബീസിറ്റി ആണല്ലോ, ഈ ഓവർ തടിയാണ്. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ്, എന്ന് മുതലാണ് ഈ തടി ഓവറാകുന്നത്, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ തടി ഓവറാകാൻ കാരണം, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഫുഡ് ആദ്യം സർവൈവലിന് വേണ്ടിയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ സർവൈവൽ അല്ല, ഇപ്പൊ എന്റർടൈൻമെന്റ് ആണ് ഫുഡ്. പുതിയ ഫുഡ് സ്പോട്ടിന് വേണ്ടി 100 കിലോമീറ്റർ ഒരു ചാണ് വയറാണ് ഓഫർ ഉണ്ട് പറഞ്ഞാല് 300 രൂപയ്ക്ക് എണ്ണ അടിച്ചാലും ആൾക്കാർ പോകും. അപ്പോൾ ആ സർവൈവലിൽ നിന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് എന്റർടൈൻമെന്റ് ആയതോടു കൂടിയാണ് ആൾക്കാർക്ക് അൺഹെൽത്തി ആയിട്ട്. പിന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ജോലി, ഫിസിക്കലി ഉള്ള ജോലികളാണ്. ഇപ്പോൾ കുറെ ആൾക്കാർ മെന്റലി ആണ് ജോലി. അതായത് ഇപ്പൊ എന്ത് വർക്കാണെങ്കിലും പഠനമാണെങ്കിലും ബ്രെയിനാണ് ജോലി. നമ്മൾ തടി കൊണ്ടൊന്നും ചെയ്യണമെന്നില്ല. അതിലിങ്ങനെ ഈ ഷിഫ്റ്റ് ഇങ്ങനെ സാധാരണ പറയുമ്പോൾ പറയലുണ്ട്, അതായത് മാനുവൽ ലേബറിന്ന് സെഡൻഡറി ലേബറിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയും. മാനുവൽ ലേബറിൽ തടിയും ശരീരമൊക്കെ അനക്കിയിട്ട് നല്ല കലോറീസ് ബേൺ ചെയ്തിട്ടുള്ള പണി എടുക്കുക. ഇന്ന് പറഞ്ഞാല് അധികം മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. നമ്മളിപ്പോൾ ലാപ്പാണെങ്കിൽ ലാപ്പിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിലൂടെ ബേൺ ചെയ്യുന്ന കലോറീസിന്റെ അളവെടുത്ത് നോക്കിയാൽ വളരെ കുറവാണ്. എന്നാലോ പണ്ട് ഭയങ്കര പോവർട്ടി ആയിരുന്നു, ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഇന്ന് ദാരിദ്ര്യമല്ല. പണ്ട് എനിക്ക് പറഞ്ഞ പോലെ തന്നെ സർവൈവലിന് വേണ്ടി കഴിച്ചിരുന്നു. ഇന്ന് അതിന്റെ രൂപം മാറി, അതിന്റെ ഇൻടേക്കുകൾ കൂടി. ഒരു നേരം 2 നേരമൊക്കെ കഷ്ടി ഭക്ഷണം കഴിച്ചിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് 3, 4, 5, 6. അപ്പൊ പണ്ടൊക്കെ പറഞ്ഞാല് നമ്മക്ക് വിശക്കുമ്പോഴേക്കാരും നമ്മക്ക് ഫുഡിനെ കുറിച്ച് ആലോചിക്കലൊക്കെ. ഇപ്പൊ നമുക്ക് വിശപ്പ് എന്നുള്ളൊരു സംഭവം ഇല്ല. ഒരു ഫിക്സ്ഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ജോലിനെ കുറിച്ച് പറഞ്ഞപ്പോ
പണ്ടത്തെ ആൾക്കാർ ഫിസിക്കലി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറവേക്കാരം. കാരണം പോലെ ഒരു സംഭവത്തിൽ ആക്റ്റീവ് ആയിക്കാരം. ഇപ്പൊ മെന്റലി ഉള്ള ജോബ് ആയതുകൊണ്ട് തന്നെ സ്ട്രെസ് ഭയങ്കര കൂടുതലായിക്കാരം. അപ്പൊ നമ്മൾ ഈ ഫുഡ്, ഉറക്കം, എക്സസൈസ് ഇല്ലാതെ ആ ഒരു സംഭവത്തിന്റെ പുറമെ തന്നെ നമുക്ക് സ്ട്രെസ് ഭയങ്കര കാരണമാവും തടി കൂടാൻ. ഇപ്പം നമ്മൾ ബ്രെയിൻ ഇപ്പൊ മസിൽ ബിൽഡിംഗ് ആണ് കുട്ടികൾ. ഇപ്പൊ ഒരാള് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കണം, അല്ലെങ്കിൽ പോലെ ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ പോലെ ബ്രെയിനിന് സ്റ്റിമുലസ് കിട്ടണം, ബ്രെയിനിന് മസിൽക്ക് സ്റ്റിമുലസ് കിട്ടണം. അപ്പോൾ ഈ 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ട് രാത്രി ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓൾക്ക് അത്ര സ്റ്റിമുലസ് കിട്ടില്ല. ഓൾക്ക് അത്ര സ്റ്റിമുലസ് കിട്ടില്ലെങ്കിൽ ഓലെ മസിൽ ഓലെ മാക്സിമം പൊട്ടൻഷ്യൽ അനുസരിച്ച് വലുതാവില്ല. അപ്പോൾ ഈ CNS പറയും, സെൻട്രൽ നെർവസ് സിസ്റ്റം സിഗ്നൽ കൊടുത്തിട്ടാണ് മസിലിൻ്റെ ഓരോ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സ്ട്രെസ്സും ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇതിലിപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഞങ്ങളൊക്കെ ഇപ്പം നമ്മൾ ജനിച്ചത് മുതലേ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ലഞ്ച്, പിന്നെ ഡിന്നർ, ആ ഒരു സിസ്റ്റം ആണല്ലോ. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എവിടെ ഒന്ന് കേട്ടിട്ടുണ്ട് ബ്രേക്കിംഗ് ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ? ബ്രേക്കിംഗ് ഫാസ്റ്റ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് മോർണിംഗ് ആവണം എന്നുള്ളത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് സ്ട്രക്ചറലി, രാവിലത്തെ ഫുഡ് എപ്പോൾ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് ബോഡിക്ക് നമ്മൾ എങ്ങനെയാണ് അത് എഫക്റ്റീവ്ലി? ഇപ്പോൾ നമ്മൾ രാത്രി മുതൽ ഫാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്ര ഫാസ്റ്റിംഗ് ഉണ്ടാകുമ്പോഴാണ് റിക്കവറി എന്ന് പറയും. ഫാസ്റ്റിംഗ് സ്റ്റേജിലാണ് റിക്കവറി, ഓർക്കുമ്പോഴൊക്കെയാണ് റിക്കവറി എടുക്കുക. അപ്പൊ ഈ മോർണിംഗിൽ തന്നെ നമുക്ക് ചിലപ്പോൾ വിശപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിശപ്പ് ഉണ്ടാകുമ്പോൾ മോർണിംഗ് ഫുഡ് കഴിക്കാം. നമ്മള് വിശപ്പിന് ട്രസ്റ്റ് ചെയ്ത് വിശപ്പിനനുസരിച്ച് വിശപ്പ് ഉണ്ടാകുമ്പോൾ മോർണിംഗ് ഫുഡ് കഴിക്കാം. പക്ഷെ വിശപ്പില്ലെങ്കിൽ മോർണിംഗ് ഫുഡ് കഴിക്കരുത്. നമ്മൾ ആ നേരം കഴിക്കണല്ലോ, എന്തേലും കഴിക്കണല്ലോ. ഇപ്പൊ ഉമ്മമാരൊക്കെ വാക്കറിയും, രാവിലെ ഫുഡ് കഴിച്ചില്ല, ഉച്ചക്കാണോ തിന്നണത്, അങ്ങനെ കഴിച്ചിട്ടാണ് തടി കൂടുന്നത്. ഇപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അതായത് നമ്മളെ വളരെ മെന്റലി ഉള്ള ഒരു സ്റ്റീരിയോ ടൈപ്പാണ് രാവിലെ ഫുഡ്. ഏറ്റവും വലിയൊരു പോയിന്റ് അതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫോർ ബ്രെയിൻ. അത് നമ്മള് കഴിച്ചില്ലെങ്കിൽ 2 ദിവസം പോലും പറഞ്ഞു. അതായത് നമ്മളിവിടെ ഇവിടെ ഡൽഹിയിലാണ് നിൽക്കുന്നത്. അപ്പൊ രാവിലെ ഫുഡ് ഉണ്ടാക്കി തരാൻ ആരുമില്ല. അപ്പൊ മക്കളെ രാവിലെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഫുഡ് നോക്കണം, രാത്രിയത്തെ മാറ്റിക്കോളി. രാത്രി നിങ്ങൾ കഴിച്ചില്ലെങ്കിലും വേണ്ട, പകരം കഴിച്ചില്ലെങ്കിലും വേണ്ട, രാവിലെ എന്തായാലും കഴിക്കണം. ഇതാണ് എല്ലാവരും തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഉപദേശം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു, എങ്ങനെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഐഡിയ വരുന്നത്. ഹിസ്റ്റോറിക്കലി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നത് സീരിയൽ കമ്പനീസ് ആണ്, ഈ സീരിയൽസ് ഒക്കെ. അപ്പോൾ കെലോഗ്സ് എന്നാണ് ഫസ്റ്റ് ഇവർ ഈ സാധനം കൊണ്ടുവരുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് കമ്പനി തന്നെ. അപ്പോൾ ഇവർ സീരിയൽസ് വേൾഡ് വൈഡ്ലി ഇവരത് ഭയങ്കരമായിട്ട് ബ്രാൻഡ് ചെയ്തു. പിന്നെ അതോടൊപ്പം ഇവരിങ്ങനെ മാസികകളിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് രാവിലെ ഫുഡ് കഴിച്ചാൽ നിങ്ങളെ വെയിറ്റ് കുറയും, വെയിറ്റ് ലോസ്. അത് മെയിൻ സാധനം അതായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ചാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, രാവിലെ ഫുഡ് കഴിച്ചാൽ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യും, രാവിലെ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് ഉണർവുണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് അപ്പോൾ ആളുകൾക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഭയങ്കര ഡയറ്റോ സംഭവമൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ എന്താ, ഇതാ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഓൾക്ക് എന്താ വേണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു ആൾക്കാരെ നന്നാക്കുക എന്നുള്ളൊരു സംഭവത്തിന് പുറമെ പോലെ ലാഭമല്ലേ പോലെ നോക്കുള്ളൂ. അപ്പൊ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു സിസ്റ്റം ഇല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് സെയിൽ ആവില്ല. അതായത് ഒരു മാർക്കറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ അത് നമുക്ക് ശരിക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വളരെ സട്ടിലായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മളെ മുകളിൽ. ഇപ്പം ഈ ഒബിസിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഉറക്കമൊരു കാരണമായിരിക്കാം, നമ്മളെ എക്സസൈസിൻ്റെ കുറവ് ഒരു കാരണമായിരിക്കാം, ഓവർ ഫുഡ് ഒരു കാരണമായിരിക്കാം. അപ്പം ഈ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് വിശകലനം ചെയ്ത് നോക്കിയാൽ അപ്പം അതിൽ ഉറക്കം എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തെ, അയാളുടെ വെൽനെസ്സിനെ എങ്ങനെ ബാധിക്കുന്നുണ്ടോ? ഉറക്കാണ് റിക്കവറി. ഇപ്പം നമ്മൾ വർക്കൗട്ട് കുറേ ചെയ്ത് ഫുഡ് കറക്റ്റ് ഫോളോ ചെയ്ത് വർക്കില്ലെങ്കിൽ കാര്യമില്ല. ഇപ്പം UK ഒരു നേഴ്സിൻ്റെ അടുത്ത് വന്നിരുന്നേ, 3 മണിക്കൂറാണ് ഉറങ്ങുന്നത് പറഞ്ഞത്. ഓല് എങ്ങനെ മരിച്ചു ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും ഓൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകാൻ പോണില്ല. കാരണം ഓല് സ്ട്രെസ് കൂടിക്കൊണ്ടേ നിൽക്കും. സ്ട്രെസ് കൂടുമ്പം ബോഡി ഫാറ്റ് ഗെയിനുള്ള പ്രോസസ്സ് നടക്കും. അപ്പം നമ്മളിങ്ങനെ ഉറങ്ങാതൊക്കെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ് അത്രക്കും കൂടും. ബോഡിക്ക് റിക്കവറി നടക്കില്ല, മെയിനായിട്ട് റിക്കവറി നടക്കില്ല. നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്താലും
ബോഡിന്റെ ആ മസിൽസ് ഒക്കെ റിപ്പയർ ചെയ്ത് ബോഡി മസിൽസ് ബിൽഡ് ആവണമെങ്കിൽ ഉറങ്ങണം. ഉറക്കമില്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് എന്തിനും പറ്റില്ല. വർക്കൗട്ടിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ് റെസ്റ്റ്. ഫസ്റ്റ് അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫുഡാണ്. നിങ്ങൾ ഇപ്പം വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും ഫാറ്റ് ലോസ് ഉണ്ടാവും. വർക്കൗട്ട് ചെയ്യണമെന്നില്ല. വർക്കൗട്ട് ചെയ്യണതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ മെറ്റബോളിസം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളെ സ്ട്രെങ്ത് കൂട്ടുക, നമ്മളെ മസിൽസ് കൂട്ടുക, അങ്ങനെയുള്ളതിനെ വർക്കൗട്ട് ചെയ്യണേ. നമ്മൾ ഫുഡിലൂടെയാണ് കംപ്ലീറ്റ്ലി ഫാറ്റ് ലോസ് ഉണ്ടാവുക. വർക്കൗട്ടിൽ ചെറിയ പാർട്ട് ഉണ്ടാവും, ഇൻഡയറക്റ്റ്ലിയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ വേറെ വലിയൊരു ഫാക്ടറാണ് ഉറക്കം. പക്ഷെ ഉറക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ചിലവർ ഉറക്കത്തിന് മുമ്പ് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. ഇപ്പം ഉറക്കം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കമായിട്ട് കാര്യമില്ല. ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. നമ്മൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ എപ്പോ എങ്ങനെ എത്ര നേരം ഉറങ്ങണം? ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങണമാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഏത് ടൈം ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ സാധാരണ 12 മണിക്ക് ഉറങ്ങുന്ന ആളാണ്. 12 മണിക്ക് ഉറങ്ങി 8 മണിക്ക് നീക്കും. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങാൻ പറ്റണ ഉറക്കമാണ് ബെസ്റ്റ്. പിന്നെ പല ആൾക്കാരെ സ്പ്ലിറ്റ് പോലെ ജോലി സാഹചര്യത്തിനനുസരിച്ച് സ്പ്ലിറ്റ് സ്ലീപ്പ് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ചില ആൾക്കാർക്ക് അധികം മനുഷ്യന്മാർക്ക് സ്പ്ലിറ്റ് സ്ലീപ്പ് നടക്കില്ല. അപ്പോൾ ഒറ്റ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം. നിങ്ങൾ ഇന്ന ടൈം ഉറങ്ങി ഇന്ന ടൈം നീച്ചാൽ അത് 8 മണിക്കൂർ ആവണം. പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുന്നെങ്കിലും ഫുഡ് കഴിക്കാം. പിന്നെ ഒരു ഹെവി മീലൊന്നും രാത്രി കഴിക്കാതിരിക്കുക. വയറ് നിറച്ച് ഫുഡ് കഴിക്കാതിരിക്കുക രാത്രി. കാരണം നമ്മൾ ഡൈജഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മള് റെസ്റ്റ് ഫിസിക്കലി റെസ്റ്റ് ആണെങ്കിലും ഉള്ളില് പണി അപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ലൈറ്റ്സ്, ബ്ലൂ ലൈറ്റ്, രാത്രി ഫുൾ ടൈം ലൈറ്റ് ഇട്ട് എടുക്കാതെ വാം ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് ട്രിക്സ്. പിന്നെ എന്തെങ്കിലും ലൈറ്റ് അറിയുമ്പോൾ ഫോണ് രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഫോൺ ഉപയോഗിച്ചാലും ആ പ്രശ്നമുണ്ട്. നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കും. പക്ഷെ ഫോണൊക്കെ ഇങ്ങനെ എപ്പോഴും ഫോണൊക്കെ രാത്രി ഉപയോഗിക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഫോണിൻ്റെ ഉപയോഗം. പിന്നെ വായിച്ചാലൊക്കെ പെട്ടെന്ന് നമ്മൾ ആ ഒരു റുട്ടീന് രാത്രി ഉറങ്ങുന്നതിന് കുറച്ച് നേരം വായിച്ചാലൊക്കെ നമുക്ക് ആ ഡീപ്പ് സ്ലീപ്പിൻ്റെ അളവ് കൂടുന്നുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമ്മളോട് പറയും നമ്മൾ ഉറക്കത്തിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്യേണ്ട പ്രോസസ്സിൽ ഒന്ന് പിറ്റേന്ന് പഠിക്കാനുള്ളത് നല്ലോണം ഒന്ന് ഊതുക, റിവൈസ് ചെയ്യുക, അത് കൃത്യമാക്കിയിട്ട് നിങ്ങൾ ബാക്കി ചെയ്ത് തുടങ്ങിക്കോളി. അത് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യം. അത് എനിക്ക് വേണ്ടി ചിലപ്പോൾ അത് ഇങ്ങനെ ഇരിക്കുക. അതായത് നമ്മൾ ഹാബിച്വൽ ആയിട്ട് നമ്മൾ കുറച്ചു നേരം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് അപ്ലൈ ട്രിഗർ ആവില്ല. ചിലപ്പോൾ ഹാബിച്വലി ഇനി വായിക്കണേ ഇപ്പൊ ഉറക്കം വരും, അങ്ങനെ സംഭവം. പിന്നെ ഈ കഫേൻ്റെ ഇതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കോഫിയോ ചായ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 6 മണിക്കൂർ മുമ്പ് തന്നെ കുടി നിർത്തണം ഉറങ്ങണതിൻ്റെ. ഈ കറക്റ്റ് ഉറക്കത്തിൻ്റെ ABCD അറിയണമെന്നുണ്ടെങ്കിൽ വൈവി സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. മാത്യു വാക്കർ എന്ന് പറഞ്ഞിട്ട് ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ആ ബുക്ക് വായിച്ചാൽ ഉറക്കത്തിൻ്റെ ഫുൾ കിട്ടും. മൂപ്പര് ഉറക്കത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. മൂപ്പര് ഉറക്കത്തിൻ്റെ പഠനങ്ങൾ, ഉറക്കത്തിൻ്റെ ഫുൾ പഠിച്ച് ഉറക്കത്തിൻ്റെ PhD എന്നൊക്കെ പറയാം. അപ്പോൾ ഉറക്കത്തിനെ കുറിച്ച് കംപ്ലീറ്റ് അറിയണമെങ്കിൽ അത് വായിച്ചാൽ മതി. ഇപ്പൊ ഈ റസൂലിന്റെ ഉറക്കം എങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കിയിരുന്നു ഒരു ടൈമിൽ. ഇപ്പോഴൊരു കൃത്യത ഒന്നുമില്ല. അപ്പം അതിൽ ചില ഹദീസുകളിലൊക്കെ കാണുന്നത് ഇശാ കഴിഞ്ഞാൽ പിന്നെ റസൂല് സംസാരിക്കാൻ നിൽക്കില്ല. ഇശാ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ വരുമ്പോൾ 7, 8, 9 മണി, അതിനുശേഷം പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല, നേരെ പോയി കിടക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് വരെയൊക്കെ പോവാറുണ്ട്. അത് എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രം, ലൈക്ക് എന്തെങ്കിലും വർത്തമാനങ്ങളുണ്ട്, ആരെങ്കിലും കാണാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വൈകുകയും. മറ്റേത് ഏകദേശം ഒരു നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഉറങ്ങുക. പിന്നെ അപ്പം നീക്കുന്ന എപ്പോഴേക്കും ഒരു 3 മണിയോ 4 മണിയൊക്കെ ആവുമല്ലോ. ഞാൻ അങ്ങനെ ജസ്റ്റ് അസ്യൂം നമ്മളിപ്പോൾ ഐഡിയലി ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു ഫിറ്റ് എന്ന് പറയുന്ന ഒരാൾ, നല്ലോണം ബോഡിയുള്ള, നല്ല രീതിക്ക് ഫിസിക്കുള്ള, അത്യാവശ്യം ഷോ ഓഫ് ചെയ്യാനുള്ള സാധനങ്ങളുള്ള ഒരാളാണ് ഐഡിയലി ഫിറ്റ്. കാണുമ്പോൾ തന്നെ ഒരു ഫിറ്റ് എന്ന് തോന്നണം എന്ന് പറയണമെങ്കിൽ നമ്മളങ്ങനെ പറയാം. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഫിസിക്ക് ജഡ്ജ് ചെയ്യുക? നമ്മൾ ഫിസിക്ക് ജഡ്ജ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക്കാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ഇപ്പോൾ തെങ്ങുമ കയറുന്ന ആൾക്കാർ ഫിറ്റ്നസ് പറഞ്ഞാൽ ഓൽക്കാ കയറാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ബോഡിയുള്ള ആൾക്കാരെ അങ്ങനെയല്ല. ഫിറ്റ്നസിൻ്റെ ഡെഫിഷ്യൻസി പറഞ്ഞാൽ, അല്ല ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഒരു ആക്ടിവിറ്റി ബേസിൽ നമ്മൾ ഫിറ്റ് ആവാം. ഇപ്പോൾ ബോക്സിങ്ങിൻ്റെ ആൾക്കാരെ ഫിറ്റ്നസ് അല്ല ഒരു നോർമൽ ആൾക്കാരെ ഫിറ്റ്നസ്. നോർമൽ ആൾക്കാർക്ക് കുറച്ച് സ്റ്റെപ്പ് കയറാനുള്ള കഴിവും കുറച്ച് ഓല ജീവിതത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊക്കെ ആണ്. അതാണ് ഓൽക്ക് വേണ്ട ഫിറ്റ്നസ്. പക്ഷെ ബോക്സറിന് വേണ്ട ഫിറ്റ്നസ് അവനക്ക് ആ റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനുള്ള ഫിറ്റ്നസ്സാണ്. ഫിറ്റ്നസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ ഫിസിക്കലി ചെയ്യാൻ കഴിയുക. പക്ഷെ നമ്മുടെ നാട്ടില് ഒരു നല്ല ഫിറ്റ്നസ് നമ്മള് ഐഡിയലി കാണുന്ന ഒരു വിഷയം എന്താ വെച്ചാല് എന്താണ് ഫുൾ സിക്സ് പാക്ക്, നല്ല ബോഡി, ഇവിടെ കട്ട, ഇവിടെ ഒരു കട്ട, ഇവിടെ ഒരു കട്ട, അവിടെ ഒരു കട്ട, അങ്ങനെ ഫുൾ കട്ടയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം. ഇങ്ങനെ ഒരു നമ്മളും ഫിറ്റ് ആകുക എന്ന് പറയുമ്പോൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഫിറ്റ് ആകുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബിൽഡപ്പ് തോന്നുന്ന രീതിയിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് എസ്തെറ്റിക്സ് എന്നാണ് പറയാ, കാണാനുള്ള ഒരു ഭംഗി, സൗന്ദര്യം. പക്ഷെ അത് ഇതിന്റെ ഫിറ്റ്നസിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. അതിപ്പോ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈപ്പോട്രോഫിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജിമ്മിന് വരുന്നത്. നമ്മളെപ്പോഴും ഒരു ടാസ്കിന് വേണ്ടി ജിമ്മിന് പോവാം. നമ്മൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ജീവിതത്തിൽ ആവശ്യം വരിക, നമുക്ക് വയസ്സാവുമ്പോൾ എന്താണ്, അതായത് ഇങ്ങനെ നോക്കിയാൽ മതി. മസില് ഓരോ മനുഷ്യന്മാർക്കും മസിൽ ഓരോ പോലെക്കാരും കൂടാം. അപ്പം നമുക്ക് നാച്ചുറലി പോസിബിളായ ഏറ്റവും കൂടുതൽ മസിൽ ഉണ്ടാക്കിയേക്കാം. മനുഷ്യന് ഫിസിക്കലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് മസിലാണ്. മസിലാണ് ആൻറ്റി ഏജിങ്. അതായത് നമുക്ക് വയസ്സാവാതെ നിൽക്കാനും വയസ്സാകുമ്പോൾ പോകുന്ന സാധനം മസിലാണ്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വരാൻ കാരണമൊക്കെ മസിൽ കുറഞ്ഞുകൊണ്ടാണ്. അതിന് നമുക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല വയസ്സാവണതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡ് കുറക്കാൻ പറ്റും, സ്ലോ ആക്കാൻ പറ്റും. അപ്പോൾ അതിന് മസിലിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മസിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോവാം. അത് ഫുഡിലേക്ക് തിരിച്ചെത്തും. ലൈക്ക് ഞാൻ മനസ്സിലാക്കിയത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഡിബേറ്റ് നടക്കുന്നത് ഈ ഡയറ്റുകൾ തമ്മിലാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ജസ്റ്റ് ഈ പോഡ്കാസ്റ്റിന് വേണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ഡയറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഒന്നാമത് ഇതിനെ കുറിച്ച് ഒരു വലിയ ABCD അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ. വളരെ റീസെൻ്റ്ലിയാണ് ഇതിനെ കുറിച്ചൊക്കെ വായിക്കുന്നത്. അപ്പോൾ മണ്ടത്തരങ്ങൾ വന്നാൽ ക്ഷമിക്കണം. അപ്പോൾ ഇതിൽ ഇങ്ങനെ വീഗനിസം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കാർണിവോസിൻ്റെ ഭയങ്കര ഹെയ്റ്റാണ്. അതിൽ തന്നെ കീറ്റോ ഡയറ്റേറിയൻ ഉണ്ട്, പിന്നെ ലോ കാർബ് ഉണ്ട്, കാർണിവോസ് ഉണ്ട്. അങ്ങനെ ഏകദേശം 10-16 ഡയറ്റ് സിസ്റ്റങ്ങൾ ഉണ്ട്. 10-16 100 പുറമെ ഡയറ്റ് ഉണ്ട്. ഈ കീറ്റോ എന്ന് പറഞ്ഞ സാധനം തന്നെ 8-10 ഉണ്ട്. അതിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു നല്ല വെൽനെസ്സിന് വേണ്ട ഡയറ്റ് എന്താണ്? ഇപ്പോൾ ഡയറ്റിൽ നിങ്ങളൊരു പെർസ്പെക്റ്റീവ് ഏറ്റവും ബെസ്റ്റ് മനുഷ്യന്മാർക്ക് പ്രവർത്തിക്കാനും മനുഷ്യന്മാരുടെ പെർഫോമൻസിനും മനുഷ്യന്മാരുടെ മെന്റൽ ക്ലാരിറ്റിക്കും ഡൈജഷനും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ലോ കാർബ്, ഹൈ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ. LCHF അതേക്കെ പോലെ തന്നെ, അതായത് LCHF കാർണിവോറൊക്കെ തന്നെ. പക്ഷെ അതിനൊരു പേരിട്ട് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാർക്ക് മാത്രമാണ് സ്വന്തം ഫുഡ് എന്താ അറിയാത്ത. വേറെ എല്ലാ ജീവികളും സ്വന്തമായിട്ട് ഫുഡ് ഇന്ന ഫുഡ് ഇതാണ് ഫിക്സ്. മനുഷ്യന്മാര് ആ ഒരു ഇത് കിട്ടിയോണ്ട് പല പല സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പല പല ബിസിനസ് ഉണ്ടാക്കി, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി. അപ്പൊ അതെ, എനിക്ക് എന്റെ ഫുഡ്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ് എന്താ മനുഷ്യന്മാരുടെ ഫുഡ് അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം. മനുഷ്യന്മാരുടെ ഫുഡാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു നമ്മള്. മനുഷ്യനോട് എന്താ കഴിക്കണ്ടി എന്ന് പറയേണ്ട അവസ്ഥ. അപ്പൊ കഴിയണേൽ പച്ചക്കറി വർഗ്ഗങ്ങളിൽ അല്ലാതെ അതായത് ധാന്യങ്ങളോ അരികളും നമ്മളിപ്പോൾ നാട്ടിൽ കഴിക്കണമെങ്കിൽ രാവിലെ കഴിക്കണ പത്തിരി ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പത്തിരിൻ്റെ അളവ് അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ അളവ് അല്ലെങ്കിൽ പുട്ടിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് അങ്ങനത്തെ അളവ് മാക്സിമം കുറച്ചിട്ട് അതിലേക്ക് നല്ല പ്രോട്ടീനും ഫാറ്റും സോഴ്സും ആയ മുട്ട, ചിക്കനോ ബീഫോ പനീറോ ചീസോ അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇത് പറ്റ ഒഴിവാക്കണമെന്ന് ഞാൻ ഒറ്റയടിക്ക് പറയില്ല. ചോറും കാര്യങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, അത് എന്തായാലും തുടക്കത്തിൽ നമ്മൾ എത്ര കാലം പ്രാക്ടീസ് ചെയ്യുന്ന സംഭവം. അതായത് നമ്മൾ ചെറുപ്പം മുതലേ ചോറും ഇതൊക്കെ തിന്ന് വന്ന അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഇത് ഒഴിവാക്കെന്ന് പറഞ്ഞാൽ ചിലവർക്ക് കഴിയില്ല. അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ കഴിയണോല് ഇപ്പൊ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഒക്കെ വേണമെന്നുള്ളവര് അത് ഒഴിവാക്കണ നല്ലത്. അപ്പം അത്
ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് അതിലൂടെ വേഗം ഫാറ്റ് ലോസ് ഉണ്ടാവുന്ന. ഫാറ്റ് ലോസ് പെട്ടെന്നുണ്ടാവും. പക്ഷെ നമ്മള് പഠിച്ചൊരു സാധനം എന്താ വെച്ചാല് കൊറേ ഇറച്ചി മീനും ഒക്കെ തിന്നു കഴിഞ്ഞാല് വേഗം തടി വെക്കും എന്നുള്ളൊരു ഇല്ല. കാരണം ബോഡിയിൽ ഹോർമോണിന്റെ ബേസിലാണ് തടി വെക്കുക. അതായത് ബോഡിയിൽ ഗ്ലൂക്കോസ് ഹൈ ആവുമ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഹൈ ആയിട്ട് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിട്ട് ആണ് തടി കൂടുക. ചുരുക്കി പറഞ്ഞാൽ അതാണ്. അപ്പം നമ്മൾ ഈ ഗ്ലൂക്കോസ് ഹൈ ആവണമെങ്കിൽ നമ്മൾ ചോറ് കഴിച്ചാൽ മാത്രമേ ഗ്ലൂക്കോസ് ഹൈ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കഴിച്ചാൽ മാത്രം ഗ്ലൂക്കോസ് ഹൈ ആവുള്ളൂ. അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് എടുക്കുമ്പോൾ അത് എന്താ ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കൂടുതലായിരിക്കും പ്രോട്ടീനും ഫാറ്റിനൊക്കെ അപേക്ഷിച്ച്. അതായത് അത് ഇൻസുലിൻ സ്പൈക്ക് ആവും, മറ്റൊന്നും ഇൻസുലിൻ സ്പൈക്ക് ആവില്ല. പക്ഷേ താരതമ്യമല്ല പറ്റ കുറവ് തന്നെയായിരിക്കും. അപ്പം ഫാറ്റും പ്രോട്ടീനും കഴിച്ചാൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ മെന്റൽ ക്ലാരിറ്റി കൂടും, നമുക്ക് ഫോക്കസ് കൂടും. പിന്നെ ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ ഒഴിവാക്കിയാൽ ഈ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ പോകുന്നു. പല പല ഹെൽത്ത് ബെനിഫിറ്റ് സയൻറ്റിഫിക്കലി അല്ലാതെ ഓരോ ആൾക്കാർ ഓരോ സയൻറ്റിസ്റ്റുകൾ ഓരോ പഠനങ്ങൾ നടത്തിയിട്ട് പറഞ്ഞ കുറേ ബുക്സിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാർബ് ഒഴിവാക്കിയിട്ടുള്ള ബെനിഫിറ്റ്സ്. ഇപ്പൊ ക്യാൻസറിന് ക്യൂർ അതേപോലത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനും ചില കാര്യങ്ങൾക്കൊന്നും പഠനങ്ങളോ അടിസ്ഥാനങ്ങളോ സയൻസ് ഒന്നും ഉണ്ടാവില്ല. ഓരോ ആൾക്കാരെ ഓരോ അഭിപ്രായങ്ങൾ ഹൈപ്പോത്തസിസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് മാത്രം. അപ്പൊ ഞാനിത് ഒരാളോട് സംസാരിച്ചപ്പോൾ ഈ കാർണിവോർ ഡയറ്റിനെ കുറിച്ചും LCHF കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓക്കെ ഇത് ശരിയാണ്. അതായത് നമ്മൾ പ്രോട്ടീൻ്റെ കൺസംഷൻ കൂട്ടുക, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൺസംഷൻ വളരെ കുറക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവും, ശരീരത്തിന് മാറ്റം ഉണ്ടാവും. പക്ഷെ ആളുകൾ ഇതിൻ്റെ പറയും ഓക്കെ കൂടുതൽ ഇതിനു വേണ്ടി കാർണിവോർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ ഇറച്ചി മീനും മുട്ടയൊക്കെ തിന്നും. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യും, ഒരു കാർബോഹൈഡ്രേറ്റ്സും അടിച്ച് കയറ്റും. അപ്പം ഇത് നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ഒരാൾ പരാതി ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഡിസിപ്ലിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് കൊണ്ടടക്കാൻ ഭയങ്കര പ്രയാസമല്ലോ ഒരാൾ ഇറച്ചി മാത്രം തിന്നാന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ ചെറുപ്പം മുതലേ ചോറും എല്ലാം കൂട്ടിക്കുഴച്ച് കൂട്ടാനായിട്ട് ഇറച്ചി മുട്ടയും ഇതൊക്കെ. പിന്നെ നമ്മൾ ഇപ്പത്തെ ഇന്ത്യൻ ഡിസൈനിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും, പക്ഷെ അതിനത്രക്കും എക്സ്പെൻസും വരും. അതായത് ആൽമണ്ട് പൗഡർ വെച്ചിട്ട് നമുക്ക് റൊട്ടി ഉണ്ടാക്കാം. അതേപോലെ പനീറായിട്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം. പിന്നെ എഗ്ഗിന്റെ പൗഡർ കിട്ടും, എഗ് ആൽബമിൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് അതേറ്റ് ഈ ദോശ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. എക്സ്പെൻസീവ് ആണോ? അത് എക്സ്പെൻസീവ് ആണ്. അതിന്റെ പൗഡർ വാങ്ങാൻ എക്സ്പെൻസീവ് ആണ്, ആൽമണ്ട് പൗഡർ എക്സ്പെൻസീവ് ആണ്. അങ്ങനൊക്കെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് ആക്കാം. പക്ഷെ നമ്മളിത് കൂടുതൽ കാലം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് എന്തുണ്ടാക്കുമ്പോഴും ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാം. നല്ല അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കണം. മാക്സിമം നമ്മൾ തന്നെ കുക്ക് ചെയ്യാൻ നോക്കാം. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നടക്കൂല. ഒരു കുക്കിനെ ഹയർ ചെയ്തിട്ട് നല്ലൊരു കുക്കിനെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാൽ കൂടുതൽ കാലം പോകും. പിന്നെ ഒരു ഡയറ്റ് എന്നൊക്കെ ആൾക്കാരെ മനസ്സിൽ വരുമ്പോൾ ആദ്യം ചിന്തിക്കല് പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു പരിപാടി. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഇതാണ് നമ്മളെ ഫുഡ്, ഇനി മുതൽ ഇതാണ് നമ്മളെ ഫുഡ്. പിന്നെ നിങ്ങൾ മാറ്റം വരുത്തുമ്പം നമ്മൾ മാത്രം മാറിയാൽ പൊട്ടാൻ ഭയങ്കര ചാൻസാണ്. അപ്പം നിങ്ങൾ മാറ്റി വരുത്തുമ്പോൾ നിങ്ങൾ ചങ്ങായിമാര് നിങ്ങൾ ഫാമിലിനൊക്കെ സർക്കിൾ കൊണ്ടുവരാം. ഇപ്പം ഞങ്ങൾ ട്രെയിനേഴ്സിന് അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ സർക്കിൾ ഈസി ആയിക്കാരും. അങ്ങനത്തെ ആൾക്കാർ കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം തടി വെക്കാത്ത ഇങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എല്ലാവർക്കും ആ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര മെന്റലി എനിക്ക് എൻ്റെ തടി ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയുള്ളവർ എന്തോ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചാണ്ട് ഒറ്റ പോകണമൊക്കെ അങ്ങനെയും പോവാം. ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ നമ്മൾ കേൾക്കൽ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ പെട്ടെന്നൊരു പീരീഡ് ഒരു ആവശ്യത്തിന് വേണ്ടി ഡയറ്റ് ചെയ്തു, അത് മാറി ട്രാൻസ്ഫോർമേഷൻ കാണുന്നു. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറഞ്ഞു വരുമ്പോൾ പീരീഡ് ഓഫ് ലൈഫിനല്ല, ഹെൽത്തിന് വേണ്ടി നമ്മൾ ഡയറ്റ് കീപ്പ് ചെയ്യാം, നമ്മളെ സ്വന്തം ലൈഫിന് വേണ്ടി മൊത്തത്തിൽ. അറ്റ്ലീസ്റ്റ് ഒരു 5 കോഴിമുട്ടെങ്കിലും ഡെയിലി തിന്നാം, ബാക്കിയുള്ള കുറച്ചുണ്ട്. പിന്നെ വിശപ്പുണ്ടാകുമ്പോൾ മാത്രം തിന്നാം. ഈ ഒരു 5 കോഴിമുട്ടെങ്കിലും ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മക്ക് തീരെ ഫുഡ് കഴിക്കൂല. അത് മക്കൾക്ക് വേണ്ടി ഒക്കെ എടുത്തേക്കോ ഫുള്ള് ഉമ്മ തിന്നില്ലെങ്കിലും കഴിച്ചു അങ്ങോട്ട് ഒരു ചെറിയ ചിക്കൻ്റെ പീസ് മാത്രം വന്നു. അപ്പോൾ ഉമ്മാനെ കണ്ടപ്പോൾ
നമ്മളെ ചെറുപ്പത്തിൽ പച്ചക്കറി തീറ്റിച്ച പോലെ ഞമ്മനെ ഇപ്പൊ മുട്ട തീറ്റിച്ചുകൊണ്ടിരിക്കാം, ഇരുത്തി തീറ്റിച്ച് ആ ഇരുത്തിയിലേക്ക് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു 5 നമ്മള് പെരയില് പോസിബിൾ ആക്കാൻ പറ്റുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ എൻ്റെ ഉമ്മാനിപ്പം എൻ്റെ ഉമ്മ ഡെയിലി ജിമ്മിന് പോകും, ഉമ്മ ഇപ്പം ഹെൽത്തി ഫുഡ് കഴിക്കും. അപ്പം നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി. ബേസിക്കലി ഇതൊക്കെ ഒരു കൺസെപ്റ്റ് വരുന്നത് നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ പൊതുവായിട്ട് കേൾക്കുന്ന അഭിപ്രായങ്ങളെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടിനോട് എനിക്കൊരു ഹെൽത്തി പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പം ഞാൻ അവനോട് ഒരിക്കലും ചോദിച്ച് എന്താണ് ഞാൻ ഫുഡിൽ എന്താ കെയർ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം പറഞ്ഞു എന്ത് നിന്നോ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് കാര്യമായിട്ട് പറഞ്ഞു ഫസ്റ്റ് ഇയർ ആയിരുന്നു MBBS. അപ്പം നമ്മൾ മനസ്സിലായി ഐഡിയലി MBBS പഠിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും എടുക്കുക എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി പറഞ്ഞു. ഞാൻ ഒരു 3 കൊല്ലം ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. എല്ലാ പാക്കേജ് എല്ലാം തിന്നും, എന്നിട്ട് നല്ല വെള്ളം കുടിക്കും. എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടാണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടാണ്, ഭയങ്കര പഠിപ്പിയാണ് അവന്. അപ്പം പറഞ്ഞതാണ് എന്ത് നിന്നോളി വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് വന്ന് പറയും ഈ ഇങ്ങനെ പറഞ്ഞതെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ. ഇപ്പം ഇതിനു വേണ്ടി പോഡ്കാസ്റ്റിന് വേണ്ടി ഞാൻ ഓരോന്ന് വിളിച്ചു ഇന്ന് രാവിലെ. അപ്പം പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവസാനം അവൻ പറഞ്ഞ് ഇനി ദയവ് ചെയ്ത് എൻ്റെ പേര് പറയരുത്. വെള്ളം ബേസിക്കലി നല്ലതൊക്കെ തന്നെ, പക്ഷെ ആ വെള്ളത്തിൽ ഒരളവിൽ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പം അതിൽ ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഇൻഡസ്ട്രീൻ്റെ വലിയ പ്രശ്നമാണ് ഡോക്ടർമാർക്ക് ന്യൂട്രീഷനെ കുറിച്ച് ചാപ്റ്ററോ നോളജോ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ മനസ്സിലെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ഡോക്ടർ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കും, അതാണ് പ്രശ്നം. ഡോക്ടർമാരോട് ഫുഡിൻ്റെ അഡ്വൈസ് ചോദിക്കരുത്. ഡോക്ടർമാരെ പണി എന്താ വെച്ചാൽ ഒരു രോഗം വരിക അതിനുള്ള ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യാം. ബേസിക്കലി ഓല് ചെയ്യുന്നത് എന്താണ് അതന്നെ. അതേപോലെ നമ്മൾ ഡോക്ടർമാർ ചോദിക്കൂല നമ്മളെ സ്ലീപ്പ് എങ്ങനെയാണെന്ന് ഡോക്ടർമാർ ചോദിക്കൂല, നമ്മൾ ഫുഡ് എങ്ങനെയാണ് ഡോക്ടർമാർ ചോദിക്കൂല, നമ്മളെ ഉറക്ക അല്ലാതെ നമ്മളെ സ്ട്രെസ്സിൻ്റെ ലെവൽ എത്രയാണെന്ന് ഡോക്ടർമാർ ചോദിക്കൂല. ശരിക്കും ഇതൊക്കെ ചോദിക്കണം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പറയാറുണ്ട്, ഇത് കാലഘട്ടത്തിൻ്റെയും കൂടി കുഴപ്പമാണ്. ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മെൻ്റൽ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റിൽ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഈ മോഡേണിറ്റി, ഈ ആധുനിക ലോകം കൊണ്ടുവന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളെ പണി ഇപ്പം മരുന്ന് കൊടുക്കലാണ്. സർക്കിൾ അറിയണ്ട, അവനെന്താണ് അവൻ്റെ വിഷമങ്ങൾ അറിയണ്ട, സംസാരിക്കണ്ട. ഒരു പേഷ്യൻ്റായിട്ട് സംസാരിക്കുന്ന അവസ്ഥ ഒന്നുമില്ല. അപ്പം ജസ്റ്റ് എന്താണ് കേസ് അറിയുന്നു, എന്തൊക്കെയാണ് ആ ഒരു ഡയഗ്നോസ് ചെയ്യുന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു പോലും. പണ്ട് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം അന്വേഷിച്ച് സങ്കടങ്ങൾ പറയാൻ കേൾക്കാൻ പോലുള്ള ഒരാൾ ഡോക്ടറായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഡയറക്റ്റ് പോകുന്നു, സൊല്യൂഷൻ കിട്ടുന്നു, മരുന്ന് വാങ്ങുന്നു, പോകുന്നു. അതാണ് പ്രോസസ്. ആ സയൻസ് ആ സെൻസിലല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഫുഡ് ഇപ്പം നമ്മൾ അധികം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇപ്പം വരുന്ന തൈറോയിഡ് ആണെങ്കിലും യൂറിക് ആസിഡ് ആണെങ്കിലും ഇപ്പം PCOD എന്താണെങ്കിലും അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫുഡ് തന്നെയാണ്. ഫുഡും ലൈഫ് സ്റ്റൈലും തന്നെയാണ്. പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ എന്താ അതിനുള്ളൊരു സിംറ്റമിനെ കവർ ചെയ്യാനുള്ളൊരു ഡ്രഗാണ് പ്രിസ്ക്രൈബ് ചെയ്യണത്. ഇപ്പം പനി വരുന്നത് ഉള്ളിൽ വേറെന്തോ പ്രശ്നം ഉണ്ടായിട്ടാ, ആ പനീൻ്റെ ചൂട് മാറ്റി വിചാരിച്ച് ഉള്ളിലത്തെ പ്രശ്നം മാറൂല. ഇപ്പം പനി വരുമ്പോൾ ആ ഉള്ളിലത്തെ ചൂട് മാറ്റാനുള്ള പാരസിറ്റമോൾ എല്ലാ രോഗങ്ങൾക്കും എല്ലാ പനിക്കും ഒരേ മരുന്ന്. അങ്ങനെ ഡ്രഗ് ഡീലേഴ്സിൻ്റെ പോലെയാണ് ഇപ്പം തൈറോയിഡ് ഇന്ന് ഗുളിക. തൈറോയിഡിലെ കാരണം എന്താ, തൈറോയിഡ് മാറാൻ എന്തൊക്കെ ഫുഡ് കഴിക്കണ്ടേ. ശരിക്കും ഈ തൈറോയിഡ് അതേപോലത്തെ PCOD ഇങ്ങനത്തെ രോഗങ്ങൾ ഫുഡിലൂടെ മാത്രം മാറ്റാൻ കഴിയും. ഫുഡ് കൺട്രോൾ ഇതൊക്കെ ഡയറക്ട്ലി ഇൻസുലിൻ ഇൻടേക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ പോകും. പക്ഷെ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർ പഠിക്കുന്നതാണ് ഡ്രഗ്. ഈ ഒരു അസുഖത്തിന് ഇന്ന ഡ്രഗ്, ഇന്ന അസുഖത്തിന് ഇന്ന ഡ്രഗ്. ഇപ്പോൾ തൈറോയിഡുള്ള പേഷ്യൻസിനോടൊക്കെ പറയും നിങ്ങൾക്ക് തൈറോയിഡ് നിങ്ങൾക്ക് ഇനി മരുന്ന് നിർത്താൻ പറ്റൂല, ജീവിതകാലം മൊത്തം മരുന്ന് കുടിക്കണം. എങ്ങനെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലം മൊത്തം മരുന്ന് കുടിക്കണം? പിന്നെ ഇപ്പോഴത്തെ ഡ്രഗ് എഴുതുന്നതിന് കമ്മീഷൻ ഉണ്ട്. ഒരു മരുന്ന് എഴുതിയ ഡോക്ടർക്ക് ഇത്ര കമ്മീഷൻ ഉണ്ട്, ഒരു കമ്പനീൻ്റെ മരുന്ന്. ചില ഡോക്ടർമാർ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓല് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കില്ല. പ്രിസ്ക്രിപ്ഷൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓല മെഡിക്കൽ സ്റ്റോറിൽ കാണാൻ പറ്റുള്ളൂ. ഓല മെഡിക്കൽ സ്റ്റോർ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഓല ഡ്രഗ് തന്നെ ബൽക്ക് കൊടുക്കാം. അപ്പം ഈ കമ്പനിയുടെ ഡ്രഗ് ഇത്ര ലക്ഷത്തിന് മേലെ എഴുതിയാൽ ഇത്ര കമ്മീഷൻ, അങ്ങനെയൊക്കെ പോവാം.
ഞാൻ അതിലേക്ക് ഞാൻ അങ്ങനെ എനിക്ക് നോക്കണം തോന്നുന്നില്ല. ബട്ട് എനിക്ക് തോന്നിയൊരു സാധനം, ഞാൻ ഇപ്പോൾ ഈ ഡയറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ഡയറ്റിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണ്ട കുറേ സാധനങ്ങൾ, അതായത് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വന്ന പേപ്പറുകളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഈ നമ്മൾ തിന്നുന്ന ഇപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടീൻ കണ്ടൻറ്റുകളുണ്ടല്ലോ, അത് ബേസിക്കലി അതിലുണ്ടാവുന്ന സാധനം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് എല്ലാ പ്രോട്ടീൻ കണ്ടന്റിലും ഇല്ല. പക്ഷേ ഈ നമ്മൾ റെഡ് മീറ്റ് കഴിച്ചാൽ സാധാരണ പറയാം, ഈ റെഡ് മീറ്റ് കഴിച്ചാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഹേർട്ട് ഡിസീസസ് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അത് കുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻടേക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ പൊതുവേ കേൾക്കാറുള്ള ഒരു ഡയറ്റ്. അപ്പോൾ ആ ഒരു സെൻസിൽ പറഞ്ഞാൽ അതിന് വിരുദ്ധമല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം? അതെ, വിരുദ്ധാണ്. ഇപ്പൊ കൊളസ്ട്രോൾ കേടാണെന്ന് പറയണതിന് ഒരു ഹൈ സ്കെയിൽ സ്റ്റഡി പോലും ഇല്ല. ഒറ്റ ഹൈ സ്കെയിൽ സ്റ്റഡി പോലും ഇല്ല. ഹൈ സ്കെയിൽ സ്റ്റഡി പറഞ്ഞാൽ കൂടുതൽ കാലം നടത്തി സയന്റിഫിക്കലി അടിസ്ഥാനമുള്ള ഒരു സ്റ്റഡി ഇല്ല. ഓരോ ആൾക്കാരിങ്ങനെ ഇപ്പം കുറച്ചു കാലം ചെറിയിപ്പിക്കും, പിന്നെ ഉടായ്പിലൂടെ നടത്തിയ സ്റ്റഡീസ് ഉണ്ടാവും. അങ്ങനത്തെ സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ കൊളസ്ട്രോൾ മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷന്, ഹോർമോണിൻ്റെ ഫങ്ഷൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. ഈവൻ ഉമ്മാൻ്റെ പാലിൽ നോക്കിയാൽ ഫാറ്റിൻ്റെയും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലേക്കാണ്. കാരണം കുട്ടികളെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. നമ്മൾ ഈ കൊളസ്ട്രോളിനെ ഡിമോണൈസ് ചെയ്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഡിമോണൈസ് ചെയ്ത് പിന്നെയാണ് ഈ ആൻസൽ കീസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കൊളസ്ട്രോൾ അൺഹെൽത്തി ആണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാരണമാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത്. ഇങ്ങോട്ട് വെജിറ്റബിൾ ഓയിൽ ഇറക്കി, വെജിറ്റബിൾ ഓയിൽ കമ്പനീസിൻ്റെ പ്രൊഡക്ഷൻ കൂടി, വെജിറ്റബിൾ ഓയിൽസിൻ്റെ ലാഭത്തിന് വേണ്ടി പോലെ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി. ആക്ച്വലി വെജിറ്റബിൾ ഓയിൽസ് ആണ് സാച്ചുറേറ്റഡ് ഫാറ്റിനെക്കാട്ടി കേട്. കാരണം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതായത് ഹാർട്ടിലും ലങ്സിലും അങ്ങനെയൊക്കെ. വെജിറ്റബിൾ ഓയിൽ മാത്രമല്ല, ഷുഗറും. അതായത് ഈ ട്രാൻസ്ഫാറ്റ് ആണോ ഉദ്ദേശിച്ചത്? ട്രാൻസ്ഫാറ്റ് മാത്രമല്ല, വെജിറ്റബിൾ സോഴ്സ് ഒന്നും ഇപ്പം വെളിച്ചെണ്ണ, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലാത്ത ഈ പീനട്ട് ഓയിൽ, ആ ഓയിൽ, ഈ ഓയിൽ, കുറേ സോയാബീൻ ഓയിൽ, അങ്ങനത്തെ കുറേ ഓയിൽസ് ഉണ്ട്. ഇപ്പം ആൾക്കാരൊക്കെ പറയും സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവറിന് എത്ര കൾട്ടിവേഷൻ ചെയ്യേണ്ടി വരും ലോകത്തിന് മൊത്തം സൺഫ്ലവറിന് ഓയിൽ കിട്ടണമെങ്കിൽ. കാരണം വേറൊരു മിക്സ്ചറിൽ ഇപ്പോൾ ഒലീവ് ഓയിലിൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ ഒലീവ് ഓയിൽ സാച്ചുറേഷൻ കുറവാണ്, പക്ഷെ ഒലീവ് ഓയിൽ ഉപയോഗിക്കണം എങ്ങനെ, സാലഡ് ടോപ്പിങ്, അത് മേലെ കൂടെ അങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ ഒലീവ് ഓയിൽ മെയിൻ ഡിഷ് ആക്കാൻ പാടില്ല, അതായത് ചൂടാക്കാൻ പാടില്ല. ചൂടാക്കിയാൽ അതിൻ്റെ കാർബൺ ബോണ്ടിനനുസരിച്ചാണ് നമ്മൾ ഇത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ കാർബൺ ബോണ്ട് അനുസരിച്ച് നോക്കുമ്പോൾ ബട്ടർ, ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ നാട്ടുകാരൊക്കെ ബ്ലെസ്ഡ് ആണ്, വെളിച്ചെണ്ണ എത്രയും കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കണ ഏറ്റവും അല്ലേ. പിന്നെ അതൊന്നും കിട്ടില്ലെങ്കിൽ മാത്രം ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒലീവ് ട്രീസ്, ഈ ഒലീവ് ഓയിൽ ഉണ്ടാക്കണ അത്ര ഒലീവ് ട്രീസ് ഇല്ല എന്നാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ഒലീവ് ഓയിലിൻ്റെ അത്ര ഒലീവ് ട്രീസ് ഇല്ല. പിന്നെ ഓടുന്ന ഈ ഒലീവ് ഓയിൽ, അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കായി. ഓടുന്ന ഒലീവ് ഓയിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് വലിയ വലിയ മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളൊക്കെ ഈ വലിയ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആയിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടാവുമെന്ന് കേൾക്കാറുണ്ട്. പലപ്പോഴും വരുന്നൊരു സാധനമാണ്. ഈ കമ്പനികളൊക്കെ എന്ത് ചെയ്യും, ഈ ഓർഗനൈസേഷൻസ് ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഓർഗനൈസേഷൻ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ഇവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണ്? അതിപ്പോൾ ഇപ്പോൾ ഏത് അസോസിയേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് അസോസിയേഷൻ, നമ്മളിവിടെ പൊതുവേ മുഴങ്ങി കേൾക്കുന്ന അമേരിക്കൻ അങ്ങനത്തെ അസോസിയേഷനുകൾക്കൊക്കെ ഇവർക്കൊക്കെ ഈ ഫുഡ് കമ്പനീസിനേറ്റവും ഡ്രഗ് കമ്പനീസിനേറ്റവും ഭയങ്കര ടൈപ്പൻ ഉണ്ടാവും ശരിക്കും. അതായത് ഇപ്പം വെജിറ്റബിൾ ഓയിൽ നല്ലതാണ് പറഞ്ഞു, വെജിറ്റബിൾ ഓയിൽ നല്ലതാണെന്ന് പറയുമ്പം അത്ര ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസും അതേപോലത്തെ ഡിസീസുകൾ കൂടും. ഷുഗർ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞ്, ഷുഗർ കേടാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവര് ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ബീഫിനും ഡിമോണൈസ് ചെയ്യണ പോലെ ഷുഗറിനെ ഡിമോണൈസ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനത്തൊക്കെ ആൾക്കാരെ കഴിക്കുമ്പോ എന്താ, രോഗികളെ കൂടും. ഇപ്പോൾ ഈ ഒലിവ് ഓയിലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് മുമ്പൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് വെനീസിൽ വലിയൊരു ഒലിവ് ഓയിൽ വേട്ട നടന്ന്, അവിടുന്ന് വെനീസിൽ നിന്ന് ഒലിവ് ഓയിൽ മാനുഫാക്ചർ ചെയ്തിട്ട്
പോർച്ചുഗലിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുക. വലിയ മാഫിയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ശരിക്കും ഒലീവ് ഓയിൽ അല്ല അത്, കുറച്ച് ഒലീവ് ഓയിലും ബാക്കി ഫുള്ള് ജനറേറ്റഡ് സാധനങ്ങളാണ്. ഇപ്പം ഈ ഇപ്പോൾ ആൻസൽ കീസിൻ്റെ പഠനം പറഞ്ഞല്ലോ. അപ്പോൾ ആൻസൽ കീസിൻ്റെ പഠനവും അതിനെതിരെയുള്ള ക്രിറ്റിക്കുകളൊക്കെ അങ്ങനെ വായിക്കുന്നത് അപ്പോൾ ഈ ബിഗ് ഫാറ്റ് സർപ്രൈസ് പറഞ്ഞ നീന ടീഷോൾസിൻ്റെ ബുക്കാണ്. അപ്പം അതിൽ ഈ മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഗീയും ബട്ടറും സാധാ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിരുന്ന അവിടുന്ന് പെട്ടെന്ന് മാറ്റാൻ പറയണം. കാരണം ഇതൊന്നും ശരീരത്തിന് കേടാണ്, ഇതൊക്കെ ശരീരത്തിന് കേടാണ്. ഇത് നമുക്ക് നമ്മളെ വെയിറ്റ് കൂടാൻ കാരണമാണ്. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമുണ്ടോ? ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക. പകരം ഈ ഓയിൽസ് ഉപയോഗിക്കുക, ട്രാൻസ് ഫാറ്റ്സ് ഉപയോഗിക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അപ്പോൾ നോക്കുമ്പോഴാണ് ഈ ഓയിൽസിൻ്റെ ഒക്കെ ഈ ഓയിൽസ് എങ്ങനെ ഉണ്ടാവുന്നത്, ഇതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെ നോക്കുമ്പോഴാണ് രസം. അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓയിൽസ് ഒക്കെ വരുന്നത് ഏകദേശം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ്. അതിനു മുമ്പൊന്നും ഈ ഓയിൽസ് മാനുഫാക്ചർ ചെയ്യുന്നതല്ല. അത് ഈ ഓയിൽസ് ഒക്കെ ആദ്യം എഞ്ചിൻ ഓയിലായിട്ട് ഈ വാറിന്റെ ടൈമില് വാറിന് ഓയിലായിട്ട് യൂസ് ചെയ്തിരുന്ന പറയുന്നുണ്ട്. ഈ മെഷീനറിക്ക് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഒക്കെയാണ് ഈ സാധനങ്ങൾ ആദ്യം വരുന്നത്. പിന്നീടാണ് പിന്നെ അത് ഭയങ്കരമായിട്ട് മനുഷ്യന്മാർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ഇത് നമുക്ക് ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട്. അതോടുകൂടിയിട്ട് ഈ അമേരിക്കയിലുള്ള ഒബീസിറ്റി റേറ്റ്സിൻ്റെ 900 ഗ്രാഫ് കാണാം. 980 വരെയൊക്കെ അത് സ്റ്റേബിളാണ്, ഓൾമോസ്റ്റ് സ്റ്റേബിളാണ്. അവിടുന്ന് അങ്ങനെ കുത്തനെ കയറാണ്. ഇപ്പം എല്ലാ കുട്ടികളുടെ അടക്കം പ്രശ്നം എന്താണ്? ചില കമ്പനികളൊക്കെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ പോയ ഒരു പഠനം പറയുന്നതാണ്. കമ്പനികളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോയാൽ അതിന്റെ മദർ കമ്പനി ചിലപ്പോൾ ഒരു ടൊബാക്കോ കമ്പനി ആയിരിക്കും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ മദറിൽ വെക്കുന്ന കമ്പനി ഒരു വലിയ വേറെ ഏതെങ്കിലും ഉഡായിപ്പ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സമൂഹത്തിന് ദോഷമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന. പക്ഷെ അവർ വെക്കുന്നത് എന്തായിരിക്കും? ചീസ്, അല്ലെങ്കിൽ അന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കും വെക്കുന്നത്. അത് ഈ ചീസ്, മുട്ട, ചിക്കന്, ബീഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലാഭം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിമോണൈസ് ചെയ്ത് ആൾക്കാരെ നിർത്തിയാൽ ഇവർക്ക് മറ്റേ സാധനങ്ങൾ സൈഡിൽ കൂടെ വിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതോടും കൂടിയാണ് ഇതിനിങ്ങനെ ഡിമോണൈസ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്പം അതിൽ സാധാരണ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ നീന ടീഷോൾസ് പറയുന്ന സാധനം അതിനൊക്കെ അവർ ക്രിറ്റിക്ക് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ വിശകലനം ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. കുറേ പേപ്പറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിനെ കുറിച്ച്, നമ്മളെ ഇറച്ചി, മീൻ, എഗ് യോക്കിനെ കുറിച്ചുള്ള കൺസംഷനെ കുറിച്ച് ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ പഠനം അത് ആൻസൽ കീസിൻ്റെ പഠനമാണ്. അപ്പോൾ ആൻസൽ കീസിൻ്റെ പഠനം ഭയങ്കരമായിട്ട് ഒരുപാട് അതിനെ ക്രിറ്റിക്ക് ചെയ്തുകൊണ്ട് ഇപ്പം നീന ടീഷോൾസ് തന്നെ അതിനെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. ആ പഠനം ചെറി പിക്കിങ്ങിലൂടെ ചെയ്തതാണ്, അത് കൃത്യമായ ഡാറ്റ വെച്ചിട്ടല്ല. അതിൽ പഠനം നടത്തിയ ആളുകളിൽ വെറും 3% ആളുകളുടെ ഡയറ്ററി പ്ലാൻ വെച്ചിട്ടാണ്. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ കോൾഡ് കൺട്രീസിലൊക്കെ പോയിട്ട് ഇപ്പൊ USA, ജപ്പാന്, യൂഗോസ്ലാവിയ അങ്ങനെ കുറച്ച് കൺട്രീസിലാണ് ഇതിന്റെ ആകെ പഠനങ്ങൾ നടക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഡോക്ടറോട് ചോദിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെയാണ് പരിപാടി. ഫാമിലി ഡോക്ടർമാരെ ഇതൊക്കെ ഒന്ന് ഉറപ്പാക്കണല്ലേ, ഇതെന്തിപ്പോ ഇങ്ങനെ ശരിയായാൽ പറ്റൂലല്ലോ, നമ്മള് കാലങ്ങളായിട്ട്. ഞാൻ കുറെ ആളോട് ഇങ്ങനെ ചോദിച്ചു, ആൻസൽ കീസിന്റെ പഠനങ്ങളെ കുറിച്ച് ചോദിച്ചു. അവ പറയുന്നത് ആൻസൽ കീസിന്റെ പഠനങ്ങൾ അതൊരു ഹൈപ്പോത്തീസിസ് ആണ്. ഹൈപ്പോത്തീസിസ് ആണെങ്കിൽ പോലും അത് വേൾഡ്ലി ഇപ്പോഴും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവായിട്ടുള്ളൊരു പഠനമായിട്ട് ഇപ്പോഴും മാറിയിട്ടുണ്ട്. ആ പഠനം എങ്ങനെ നമ്മൾ വിചാരിക്കും ഒരു ആൻസൽ കീസ് ഒരു ഹൈപ്പോത്തീസിസ് എഴുതി, ഓക്കെ, ഡയറ്റ് ഹാർട്ട് എന്ന് എഴുതി, അതെങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെ വെച്ചാൽ നമ്മുടെ ഗൈഡ് ലൈൻസ് ഇറ്റ്സെൽഫ് അതിനനുസരിച്ച് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആ പിരമിഡിനെ കുറിച്ച് ഇങ്ങനെ പിരമിഡ് ഉണ്ടാവും നമുക്ക്, ഡയറ്റിന്റെ പിരമിഡ്. അതിൽ ഏറ്റവും അടിയിലുണ്ടാവും അങ്ങനെ ഗ്രെയിൻസ്, ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. അതിൽ ഏറ്റവും മുകളിലൊരു സൈഡിലായിരിക്കും മീറ്റ് ഉണ്ടാവുക, ഫാറ്റ് ഏറ്റവും മുകളിലായിരിക്കും. അതായത് അത്രയും ഇമ്പോർട്ടൻസ് കുറഞ്ഞ സാധനമാണ്. അതിന്റെ അടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ അറിയോ, നേരെ തിരിച്ചിടണം ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ അത്രക്കും അതപ്പതിച്ച് പോയിന് നമ്മളിപ്പോഴത്തെ. അത് നമ്മളെ ഹെൽത്തിൽ നോക്കിയാലും മനസ്സിലാവും. ഇപ്പൊ ആൾക്കാര് ഈ ഒരു നുണ റിപ്പീറ്റഡ് ആയിട്ട് ഇത്ര കാലം പറഞ്ഞിട്ട് ആണ് മാറിയത്. ഇപ്പൊ പണ്ടത്തെ ആ 80s മുമ്പുള്ള അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഡയറ്റ് പറഞ്ഞാല് ഈ പന്നിന്റെ മറ്റേ സാധനമല്ല, എന്തേലും പറയാം, ബേക്കണും
ഓംപ്ലേറ്റ് ഒക്കെ ഇനി. പിന്നെ ഇവര് കെലോഗ്സുക്കും അതേപോലെ ഓട്സുക്കും മാറിയതിന്റെ ശേഷമാണ് ഓല ഗ്രാഫ് അത്രക്കും കൂടിയത്. അപ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് പറഞ്ഞാലും ആൾക്കാർ നേരെ അമേരിക്കക്കാർ നോക്കാം. അമേരിക്കക്കാർ ഇപ്പൊ അമേരിക്കന്റെ അവസ്ഥ നോക്കി എത്രത്തോളം. ഇപ്പൊ അമേരിക്കന്റെ ചില വീഡിയോസ് ഒക്കെ കാണാം, പണ്ടത്തെ ആൾക്കാര് ഫിറ്റായി നിൽക്കണതും ഇപ്പത്തെ ആൾക്കാരെ ഒബിസിറ്റി. അമേരിക്ക വലിയ ക്രൈസിസിലാണ് ഇപ്പം, ഹെൽത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ക്രൈസിസിലാണ്. എല്ലാരും ഒബീസാ, എല്ലാരും മെക്ഡൊണാൾഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഓലൊക്കെ ഇങ്ങനെ പോയാല് കൂടുതൽ കാലം അമേരിക്കക്ക് മൊത്തത്തില് മുന്നിൽ നിൽക്കാൻ കഴിയണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്ര പഠനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സെൻസിൽ ആ പഠനങ്ങളൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ലൈക്ക് ഇത്ര പഠനങ്ങൾ അതിനെ എതിരെ വന്നിട്ടും ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രി എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്? ലൈക്ക് ഏറ്റവും ബെസ്റ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഈ പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം ഇതിലെന്തോ പിന്നിലെന്തോ പ്രൊജക്റ്റ് ഉണ്ടോ? ലൈക്ക് ഇതെന്തോ പ്രൊപ്പഗണ്ടയാണോ? അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ? അപ്പം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുക വെച്ചാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ പിന്നിൽ വലിയ ലോബികളാണ് പ്രവർത്തിക്കുന്നത്, അത്രയ്ക്കും വലിയ കോർപ്പറേറ്റ്. ഇപ്പം ചില കൊളസ്ട്രോളിൻ്റെ മരുന്നിൻ്റെ ഇപ്പോഴത്തുള്ള ഇത് പറഞ്ഞത് ഒരു വർഷത്തിൽ 100 ബില്യണിൽ കൂടുതലൊക്കെയാണ് ഓരോ മരുന്നിൻ്റെ ലാഭം പറയണത്. അപ്പം ഇത്ര റവന്യൂ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ഇത്ര ചെറിയ ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുത്ത പഠനം നടത്തുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഇപ്പം ആരും പൈസ കൊടുത്താൽ മറിയാത്ത ഒരു പഠനങ്ങളും ഇല്ല ഇപ്പം. അപ്പം നമുക്കത് ഒരു സെൻസിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം നമ്മൾ വളരെ ജെന്യൂനാണ്, റിലയബിൾ ആണെന്ന് വിചാരിക്കുന്ന പല സോഴ്സുകളായിരിക്കും. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ്റെ കാര്യം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നൊക്കെ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ബിസിനസ്സുള്ള ഏരിയയാണ്. ഓക്കെ, പക്ഷെ ആളുകളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് റിലയബിൾ ആണെന്ന് തോന്നുന്ന വളരെ പ്രൈമറി സോഴ്സുകൾ ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയ സാധനം അതാണ്. ഈ പ്രൈമറി സോഴ്സിൽ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൈമറി സോഴ്സ് എന്താണ്? ഈ പഠനങ്ങളാണ്. ഈ പഠനങ്ങളെ ഫണ്ട് ചെയ്താൽ എന്താണ് പറഞ്ഞു വരുമ്പോ ഈ ഏരിയ മൊത്തം ഹൈലി, ഈ സ്പേസ് മൊത്തം ഫണ്ടഡ് ആണ് ഏറെക്കുറെ. നമ്മ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കിയാല് 70% എന്നാ പറഞ്ഞത്. 70% ഫണ്ടഡ് സ്റ്റഡീസ് മൊത്തം 70%. അപ്പൊ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട. പിന്നെ മെയിനായിട്ട് എന്താ അറിയോ, ഇപ്പം ബീഫ് കഴിക്കരുത് അല്ലെങ്കിൽ റെഡ് മീറ്റ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഇത്ര നോക്കിയാൽ മതി. മനുഷ്യ എത്ര കാലങ്ങളായി റെഡ് മീറ്റ് കഴിക്കുന്നുണ്ട്, എത്ര കാലഘട്ടമായി മനുഷ്യൻ്റെ എത്രയോ കാലങ്ങളും വേട്ടയാടി ജീവിക്കണം. അന്നെന്താ തിന്നാ? മാനിറച്ചി, പോത്തിനിറച്ചി, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തിന്നാ. അപ്പം മനുഷ്യൻ റെഡ് മീറ്റ് കഴിക്കാൻ തുടങ്ങിയത് റീസെൻ്റ്ലി അല്ല, പക്ഷെ മനുഷ്യൻ റെഡ് മീറ്റ് നിർത്തിയത് റീസെൻ്റ്ലി. അപ്പം നമ്മൾ ജസ്റ്റ് ലോജിക്ക് അപ്ലൈ ചെയ്യാം. ബ്ലൈൻഡ്ലി ഒരാളെ വിശ്വസിക്കാതെ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് നമ്മൾ കഴിച്ചു തുടങ്ങിയത്, മനുഷ്യനെ ഹെൽത്തിയായി, പിന്നെ നമ്മളിതിൽ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാം. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പണ്ടത്തെ പ്രിമിറ്റീവ് മനുഷ്യന്മാര് ഇലകളും പച്ചക്കറികളും സാധാരണ വരുന്നൊരു ചോദ്യമാണ് ഇത്. അതായത് നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതല്ലേ, എല്ലാം കഴിച്ചൂടെ? അപ്പൊ എല്ലാം നമ്മൾ നോർമലി എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് നോക്കല്ലേ നല്ലതെന്ന് ചോദിക്കാം. ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ കാട്ടിലും എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവില്ല. ഫ്രൂട്ട്സിന് മാർക്കറ്റൊന്നും ഉണ്ടാവില്ലല്ലോ കാട്ടിലൊന്നും. അപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരാള്, അവിടെ എന്തായാലും മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മെയിൻ ഫുഡ് സോഴ്സ് മൃഗങ്ങളെ ഫുഡ് സോഴ്സ് തന്നെയായിരിക്കും. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കോലത്തിലുള്ള ഫ്രൂട്ട്സ് അല്ല അന്നത്തെ ഫ്രൂട്ട്സ്. ഇപ്പം മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ അന്നത്തെ ഫ്രൂട്ട്സ്. പല ഫ്രൂട്ട്സിൻ്റെയും ആൾക്കാർ ജനറ്റിക്കലി മാറ്റം വരുത്തിയതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ആ ഫ്രൂട്ടും സീസണിൽ ഒരിക്കൽ ഉണ്ടാവുള്ളൂ. ഇപ്പം എല്ലാ സീസണിലും നമുക്ക് എല്ലാ ഫ്രൂട്ടും എല്ലാ വെജിറ്റബിൾസും അവൈലബിളാണ്. അപ്പം ഓല് റെയർലി കഴിക്കുകയാണെങ്കിൽ തന്നെ റെയർലി കഴിച്ച ഒരു സാധനമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഈ പണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ കഴിച്ചിരുന്ന ഫ്രൂട്ട്സുകളെ കുറിച്ച് വെറുതെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സീസണലായിട്ട് പഴവും ചക്കയും മാങ്ങ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് കോഴിക്കോട് നിന്ന് മാത്രമാണ്, ഇപ്പം മലപ്പുറമാണ് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് നിന്ന് മാത്രമാണ് ആപ്പിൾ കിട്ടുക. അതേപോലെ തന്നെ ബുർത്തുക്കാല് കിട്ടുക, അത് കോഴിക്കോട് നിന്നായിരിക്കും.
അത് വളരെ റീസെന്റ് ആയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. അതായത് ശ്രീലങ്ക പോയിട്ട് എന്റെ വാപ്പ വന്നപ്പോ ഡ്രാഗൺ ഫ്രൂട്ട് കൊടുന്നു. ഒറ്റ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാരും ഒരു പീസ് തുറന്നപ്പോ എന്റെ അമ്മ എന്തത് ഭയങ്കര അത്ഭുതം. അത് കാണുമ്പോ തന്നെ എന്തോ ഒരു സാധനമാണല്ലോ. പക്ഷെ ഇപ്പടുത്ത് ഞാന് വഴി കൂടി പോയപ്പോ അവിടെ ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട്. ഡൽഹിയിൽ നോക്ക്, ഡൽഹിയിൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതിനെ കുറിച്ച് നോക്കുമ്പോ നമ്മള് റോഡ് സൈഡിൽ തിന്നണ എന്താ, കിവി, ഡ്രാഗൺ ഫ്രൂട്ട്. ക്ലാസ്സിൽ പോകുമ്പോ വഴിക്ക് മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട് വെക്കണേ. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. അന്നത്തെ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി ഇന്നത്തെ ക്വാളിറ്റി. ഇന്ന് ആൾക്കാർക്ക് മധുരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സ് ഡിസൈൻ ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുക. ആൾക്കാർക്ക് ടേസ്റ്റ്, ന്യൂട്രീഷൻ എത്രത്തോളം കുറഞ്ഞെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഓറഞ്ചിൽ വൈറ്റമിൻ സി ഉണ്ട് പറയുന്നുണ്ട്. അപ്പം വൈറ്റമിൻ സിക്ക് നമുക്ക് ഓറഞ്ച് കഴിക്കണമെങ്കിൽ ഒരു 10-15 ഓറഞ്ചൊക്കെ തിന്നേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും വൈറ്റമിൻസിന് വേണ്ടിയിട്ടാണ് കഴിക്കണമെങ്കിൽ, ഇപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വരണം വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വൈറ്റമിൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ എത്രത്തോളം അതിന് കിട്ടും? നമ്മളിപ്പോൾ ഒരു മുട്ടൻ്റെ മഞ്ഞ അല്ലെങ്കിൽ ബീഫിൻ്റെ ലിവറിൻ്റെ ഒരു കഷ്ണം, അതൊരു 10 ഫ്രൂട്ട് എടുത്തോളി നിങ്ങൾ, അതിനായിട്ട് കമ്പയർ ചെയ്താൽ ഇതിൻ്റെ അത്ര ഉണ്ടാവില്ല. ഒരു മുട്ടൻ്റെ മഞ്ഞയിൽ അല്ലെങ്കിൽ ബീഫിൻ്റെ ലിവറിൻ്റെ അത്ര വൈറ്റമിൻസ് മിനറൽസ് ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ എന്തൊക്കെയോ വിശ്വസിച്ച് എന്തൊക്കെയോ തിന്ന ഫ്രൂട്ട്സും പച്ചക്കറിയും. നമ്മളെ ചെറുപ്പത്തിലൊക്കെ അമ്മമാർ പച്ചക്കറി തിന്ന അതാ നല്ലത്. ഇപ്പൊ എന്താ ഈ ഫൈബർ ഇതിൽ പെടുന്നല്ലേ, ലൈക്ക് ഇതിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഫൈബർ ആണല്ലോ. അപ്പൊ ഞാന് ഡോക്ടർ പാലിന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ന്യൂട്രീഷനിസ്റ്റിനെ വെച്ചിട്ട്. അപ്പൊ അതിൽ ഞാൻ അറിയണം ഇപ്പൊ ഫൈബർ ഈസ് എ മെനസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഫൈബറിന് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ഫൈബർ? അത് കേൾക്കണം ആദ്യം. ഫൈബർ എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ മുട്ട പൊരിച്ചുമ്പോ അതിലേക്ക് ഉള്ളിടുക, അല്ലെങ്കിൽ ബീഫ് പൊരിച്ചുമ്പോ അതിലേക്ക് ഉള്ളി തക്കാളി ഇടുക, അതിനല്ല കുഴപ്പമെന്ന് പറഞ്ഞേ. ഫൈബർ എക്സസ് ആയിട്ട് കഴിക്കാൻ പാടില്ല. നമ്മൾ ഒരു ഇപ്പം ഫൈബർ എസെൻഷ്യലി എന്നൊക്കെ പറയല്ലേ, അതായത് നമ്മൾ വേറൊരു മാക്രോന്യൂട്രിയന്റിന്റെ പോലെ തന്നെയാണ് ഫൈബറും. അപ്പോൾ അങ്ങനെ ആക്കരുത് ഫൈബറിന്റെ. ഫൈബർ കൂടുതൽ കഴിച്ചാലും നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. കോൺസ്റ്റിപ്പേഷനും പോക്കെന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റിപ്പേഷനും ബ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവും. ചില കോളനിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ചില ഡോക്ടേഴ്സ് ഫൈബർ ഒഴിവാക്കാൻ പറയും. കാരണം എന്താ, ഫൈബർ നമ്മൾ കോളനിൽ വരുതിയാണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഫൈബർ നമ്മൾ കോളന്മേല് നമ്മൾ കൊയൽമേല് ഫൈബർ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് വരുമ്പം വരുതി മുറി പോലായിട്ട് കോളൻ ക്യാൻസർ ഉണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ. പിന്നെ ഫൈബർ കഴിക്കണം എന്ന് പറഞ്ഞത് അധികം ആൾക്കാരും സോല്യൂബിൾ ഫൈബർ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഡൈജഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് വേണ്ടിയിട്ട്. ഒന്ന് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് നമുക്ക് തൈരിൽ നിന്ന് കിട്ടും, തൈരോ അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് പിക്കിൾസോ എന്നൊക്കെ കിട്ടും. 2 മെഗ്നീഷ്യം. മെഗ്നീഷ്യം നമുക്ക് അവോക്കാഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മെഗ്നീഷ്യം ടാബ്ലറ്റോ അല്ലെങ്കിൽ നല്ല രീതിയിൽ റെഡ് മീറ്റ് കൺസപ്ഷൻ ചെയ്താൽ മെഗ്നീഷ്യം കിട്ടും. പിന്നെ ഫാറ്റ് വേണം. ഫാറ്റ് കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്കത് ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രവർത്തിക്കും, ലൈക്ക് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകും. അതെ. പിന്നെ സാൾട്ടിൻ്റെ കൺസപ്ഷൻ, സാൾട്ടിൻ്റെ നല്ല രീതിയിൽ കൺസപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡൈജഷൻ. അപ്പം നമ്മൾ ആൾക്കാരെ വിചാരം ഇതൊരു കോയിലിങ് തള്ളി വിടുക, അപ്പോൾ കുറേ പച്ചക്കറി തള്ളി വിടുന്ന സാധനമാണെന്നുള്ള. കുടല് പ്രവർത്തിക്കാറിഞ്ഞാൽ ഇങ്ങനെ സ്മൂത്ത് മസിൽസ് എന്നൊക്കെ പറയും, അങ്ങനെയാണ് കുടൽ പ്രവർത്തിക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കൻസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടിയത്. സാധാരണ ഇപ്പോഴൊരു കൺസെപ്റ്റ് ആണല്ലോ, ഇപ്പോൾ ഇവിടെ തന്നെ ജിമ്മിൽ പോയി വന്നാൽ ഓട്സ് കുടിക്കുക, ഓട്സ് കൺസ്യൂം ചെയ്യാന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഡോക്ടർമാർ പറയുന്ന ഒറ്റ സാധനം, ഈറ്റ് ഫൈബർ ഈറ്റ് ഫൈബർ ഈറ്റ് ഫൈബർ. അത് ഈ 3F കൺസെപ്റ്റ് ഉണ്ട് ഫൈബറിനെ കുറിച്ച് എന്നല്ല, ആളുകൾ ന്യൂട്രീഷനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റാണ് 3F. അതിലൊരു F ഫെർമെന്റഡ് ഫുഡ്, അതായത് ഇഡ്ഡലി ദോശ പരിപാടി. 2 എന്താണ് ഫാസ്റ്റിംഗ്. ഈ 3ാമത്തേത് ഫൈബർ. ഈ 3 F നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ F ജീവിതത്തിൽ വരും, അത് ഫൺ ഇൻ ലൈഫാണ്. ഫൈബറിന് ഇത്രയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫൈബർ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോൾ ഫൈബറിനെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ വെയിറ്റ് ലോസിലൊക്കെ നമുക്ക് ഫൈബർ കഴിച്ച് വിശപ്പെടുക്കാം. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് വിശക്കണേ? നമ്മളെ ബോഡിക്ക് ന്യൂട്രിയൻസ് ആവശ്യമുള്ളതുകൊണ്ട് വിശക്കണേ.
ഒരു ന്യൂട്രിയൻറ്റും ഇല്ലാത്ത ഈ ഫൈബർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിശക്കുമ്പോൾ കൊടുത്താൽ നമ്മൾ ആ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി വരും. നമുക്ക് ന്യൂട്രിയൻസിന് വേണ്ടി എന്താ കഴിക്കണ്ടേ? നല്ല അനിമൽ സോഴ്സ് നിന്ന് വരുന്ന ഫുഡ്, ചിക്കൻ, മുട്ട, മീൻ, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുള്ള ഫാറ്റ്, അങ്ങനത്തൊക്കെയാണ് ന്യൂട്രിയൻസിന് വേണ്ടി കഴിക്കേണ്ടത്. അല്ലാതെ ഒരു ന്യൂട്രിയൻറ്റും ഇല്ലാതെ ഫൈബർ കഴിച്ച് വിശപ്പടങ്ങും, പക്ഷെ ന്യൂട്രിയൻസ് ബോഡി പിന്നെയും സീക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനെ വിശപ്പടക്ക ഇങ്ങനെ വെറുതെ വയറ് നിറച്ച് തടി ഉറക്കണക്കാട്ടി നല്ലത് തിന്ന് വയറ് നിറച്ച് തടി ഉറക്കണം. അതിന് നിങ്ങൾ ഫാറ്റും പ്രോട്ടീനും കഴിച്ചാൽ മതി. അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിച്ചാണ്ട് ബാക്കിയുള്ള കൂടുതൽ കഴിച്ചാൽ തന്നെ എത്ര കഴിക്കാം പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ എത്രയും കഴിക്കാം അങ്ങനെ പറയും. എത്രയും കഴിക്കാൻ കഴിയില്ല, നല്ല സാധനം കൂടുതൽ തിന്നാൻ കഴിയില്ല. ഇതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയായിരിക്കും? ലൈക്ക് ഇത് നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്ന ഒരു ഐഡിയ വെൽനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ജീവിതത്തിൽ. അപ്പോൾ ഓട്സ് ഇഷ്ടമുണ്ടായിട്ടല്ല. അതെ, ഓട്സ് ഇപ്പം നമുക്ക് നമ്മൾ ബോഡിക്ക് ചില സാധനങ്ങൾ റെസിസ്റ്റ് ചെയ്യും. അതായത് ഓട്സ് ഒക്കെ നമുക്ക് നമ്മൾ ടേസ്റ്റിന് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ആക്ച്വലി സത്യം പറഞ്ഞാല് ടേസ്റ്റ് ഉള്ളത് മുട്ടയും ചിക്കനൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. മുട്ടയും ചിക്കനും ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഈ പച്ചക്കറിയും ഇതൊക്കെ ഒന്നും നമുക്ക് പിന്നെ ടേസ്റ്റ് പലർക്കും സബ്ജക്റ്റീവ് ആയിരിക്കും ബേസിക്കലി. പിന്നെ ഈ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും ഫ്രൂട്ട്സ് മധുരം കൂട്ടി നമ്മളൊരു അഡിക്റ്റീവ് ആക്കണ വേറൊരു സാധനം. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് കൂടുതലാണ്. ഫ്രക്ടോസ് മെറ്റബോളൈസ് ചെയ്യാൻ കഴിയുന്ന ഏക അവയവം ലിവറാണ്. ഷുഗറിനെക്കാട്ടിയും കേടാണ് ഫ്രൂട്ട്സിൽ കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പം ലിവറിന് ലോഡ് കൂടും. ലിവർ ലോഡ് കൂടുമ്പോൾ നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ പോലത്തെ പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ് പോലത്തെ പ്രശ്നങ്ങൾ ഒക്കെ വരും. അപ്പോൾ ഞാൻ പറയാം, പ്രോട്ടീനും ഫാറ്റും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരാളുടെ റുട്ടീൻ എങ്ങനെ ആയിരിക്കണം? അയാളപ്പോൾ വെൽനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈക്ക് അയാളുടെ എക്സസൈസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്? അയാളുടെ എക്സസൈസിൽ എന്ത് മാറ്റമൊന്നും വരുത്തണ്ട. ഫുഡിന്റെ കൺസെപ്ഷനിൽ എന്ത് ഫുഡ് കഴിക്കുക. ഇപ്പം ഫസ്റ്റത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശപ്പുണ്ടാകുമ്പോൾ ഫുഡ് കഴിക്കുക. ഫുഡിന് ഒരു ജോലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ടൈം ഫിക്സ് ചെയ്ത് കഴിക്കാം. അല്ലാത്ത ആൾക്കാർക്ക് എപ്പം കഴിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യമുള്ള ആൾക്കാർ വിശപ്പുണ്ടാകുമ്പോൾ മാത്രം കഴിക്കാം. വിശപ്പിന് ട്രസ്റ്റ് ചെയ്യാം, നമ്മൾ തന്നെ ട്രസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ഫുഡ് കഴിക്കുമ്പോഴും അതിൽ എന്തെങ്കിലും ഫാറ്റും പ്രോട്ടീനും ഉള്ള മിക്സ് ആയിട്ടുള്ള സോഴ്സസ് എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുട്ട ആഡ് ചെയ്തിട്ട് നമ്മൾ രാവിലെ സാധാരണ കഴിക്കുന്ന സാധനം പറ്റ കുറക്കുക. അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കനിൽ ഫാറ്റിൻ്റെ അളവ് കുറവായിരിക്കും, അപ്പോൾ എക്സ്ട്രാ ബട്ടർ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ബട്ടറിൽ പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. നമ്മൾ ആൾക്കാർക്ക് പേടിയില്ല. ഇപ്പോൾ ജിമ്മിന് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നം എന്താ വെച്ചാൽ ഉപ്പ് മുളക് മാത്രം ഇട്ട് കഴിക്കുക, അങ്ങനെയുള്ള തോട്ടൊക്കെ വരും. ശരിക്കും മസാല ഒക്കെ ഇട്ട് നല്ല രുചിയിൽ തന്നെ ഫുഡ് കഴിക്കണം. രുചിയില്ലാതെ ഫുഡ് കഴിക്കരുത്. മസാല പൊരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പൊരിക്കുമ്പോൾ ഒന്നുകിൽ വെളിച്ചെണ്ണ, ബട്ടർ, അല്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ അനിമൽ ഫാറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ പൊരിച്ചാൽ മതി. നമ്മൾ വിചാരിച്ചു പൊരിച്ചതും കരിച്ചതൊന്നും തിന്നാൻ പറ്റില്ല, അല്ലെങ്കിൽ മസാല ഒന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീനും ഫാറ്റുള്ള ഒരു ഫുഡ് ഒരാൾ കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം എത്ര വട്ടം കഴിക്കേണ്ടി വരും ആവറേജ്? 3 വട്ടം കഴിച്ച് തുടങ്ങാം. ഇപ്പം നമ്മൾ ശീലമല്ലേ, 3 വട്ടം കഴിച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെ അഡാപ്റ്റായി തുടങ്ങും. നമ്മൾ ഈ കാർബൊന്നും കഴിക്കാൻ ഇപ്പം നമുക്ക് എനർജി ഉണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അത് ബോഡി ഫാറ്റിക്ക് സ്വിച്ച് ചെയ്യും. ഫാറ്റിക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് അധികം ഫീൽ ചെയ്യില്ല. അപ്പം മെല്ലെ 2 നേരം ആക്കാം. തീരെ വിശപ്പില്ലാത്ത ദിവസങ്ങളിൽ, തീരെ ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞ ദിവസങ്ങളിൽ 1 നേരം ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പടങ്ങും. 1 നേരം മതി. ഞാനൊക്കെ കുറേ ദിവസം 1 നേരം ഫുഡ് കഴിക്കല്. 1 നേരം ഫുഡ് കഴിച്ചാൽ മതി. അല്ല, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. അതാണ് ഫാറ്റിൽ നിന്ന് എനർജി ഇട്ടാള് പ്രത്യേകത. ഇപ്പം ഫാറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ്, ഇപ്പോൾ കാർബിൽ നിന്നാണെങ്കിൽ മസിൽ ഗ്ലൈക്കോജനും അതേപോലെ ഗ്ലൂക്കോസും മാത്രമാണ് എനർജി ഉണ്ടാവുക മെയിനായിട്ട്. പക്ഷെ നിങ്ങൾ ഫാറ്റിൽ നിന്നാണ് എനർജി എടുക്കണമെങ്കിൽ മസിൽ ഗ്ലൈക്കോജനും ഗ്ലൂക്കോസിൻ്റെ പുറമെ ഫാറ്റി ആസിഡ്സ്, കീറ്റോൺസ്, ലാക്ടേറ്റ്, അങ്ങനത്തെ പല ടൈപ്പ് എനർജി ഉണ്ടാവും. ഗ്ലൂക്കോസ് ബാക്കിയാവും. അപ്പം നമുക്ക് അത്ര നേരം പ്രവർത്തിക്കാനുള്ള എനർജി ഉണ്ടാവും. അധികം ആൾക്കാരും കാർബ് എടുക്കണം എന്ന് പറയാനുള്ള കാരണം ഇൻസ്റ്റൻറ്റ് എനർജി. നമുക്ക് ആൾറെഡി ഉള്ളിലൊരു എനർജി ഉണ്ടാകുമ്പോൾ വേറൊരു ഇൻസ്റ്റൻറ്റ് എനർജീൻ്റെ ആവശ്യം എന്താ? ആൾക്കാർ അങ്ങനെ ചിന്തിക്കണില്ല.
ഈ ഒറ്റ ഒരു ലോജിക്ക് വെച്ചിട്ട് ആൾക്കാർ പോണത്. അത്ലറ്റ്സ് എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നില്ല? കുറേ അത്ലറ്റ്സ് ഉണ്ട് ഫോളോ ചെയ്യണ. അമേരിക്കൻ്റെ ഫുട്ബോളില്ലേ, ഇതിന് പറയാ റഗ്ബി, അങ്ങനത്തെ അതിലുള്ള കുറേ അത്ലറ്റ്സ് ഉണ്ട് ഹൈ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യണം. പിന്നെ കുറേ മാരത്തോൺ റണ്ണേഴ്സ് ഉണ്ട്. മാരത്തോൺ റണ്ണേഴ്സ് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഓൽക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫാറ്റ് ഹൈ ആയിട്ടുള്ള ഡയറ്റ്, പെർഫോമൻസിന് ഏറ്റവും ബെസ്റ്റ് ഫാറ്റ് ഹൈ ആയിട്ട് ATP പ്രൊഡക്ഷൻ ആണെങ്കിലൊക്കെ. പക്ഷെ ഇതിൽ എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ സാധനം, ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ അന്വേഷിച്ച് നോക്കിയാൽ, ആലോചിച്ച് നോക്കിയാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഇങ്ങനെ കഴിക്കുന്ന ഫുഡ്? ലൈക്ക് ഒരു സാധാരണക്കാരന് ഈ ഡയറ്റ് ഇങ്ങനെ ഒരു പറ്റൊരു ഫുഡ് സർവൈവലിന് വേണ്ടി കഴിക്കുന്ന ആൾക്കാർക്ക് ഒന്നൊരു അങ്ങനെ എങ്ങനെ എന്താ കിട്ടണമെന്ന് വെച്ചാൽ കഴിച്ചോളൂ. അത് ഓൾക്ക് പിന്നെ ഇപ്പോൾ ഒരാൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാൾ ശരീരം നന്നാക്കാൻ വേണ്ടി ജിമ്മ് ചേർന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനടുത്തൊരു മിനിമം പൈസ ഉണ്ടാവും. കുറച്ചെങ്കിലും പൈസ, ഒരു മിഡിൽ ക്ലാസ് എങ്കിലും ആയിക്കാരും അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ബാക്കിയുള്ള ഒരു പ്രയോറിറ്റി ഇതിലേക്ക് സ്വിച്ച് ചെയ്താൽ കവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 150 ഉറുപ്പിയുടെ കയ്യിലുണ്ടെങ്കിൽ കഴിയും. ഇപ്പം നമ്മളിപ്പോൾ എന്തിനൊക്കെ ഒരു ദിവസം 150 രൂപ കഴിയും. ഒരു ദിവസം 150 ഉറുപ്പിക ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിയും. നല്ല പൈസക്ക് നല്ലോണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും ചിലവാക്കാം. നമുക്ക് ഇപ്പം എന്ത് കേസിലായാലും അങ്ങനല്ലേ. അപ്പം മിനിമം ഒരു 150 ഉറുപ്പിക ഉണ്ടെങ്കിൽ ചിലവാക്കിയാൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പോസിബിൾ ആണല്ലേ. പക്ഷെ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ 1000 രൂപയായി. അപ്പം നമ്മളൊരു പ്രയോറിറ്റി ഇതിലേക്ക് സ്വിച്ച് ചെയ്താൽ എന്തും പോസിബിൾ ആണ്. നമ്മൾ പൈസ ഇല്ല എന്ന് പറയുന്നത് ഒരു കാരണമായി. കോമ്പണൻസ് എണ്ണല്ലോ ഇപ്പോൾ, ഫാറ്റ് സാൾട്ട് എണ്ണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ സാൾട്ട് എത്രത്തോളമാണ് നമ്മളെ ശരീരത്തിൽ ആവശ്യം, അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ വർക്കിങ്? സാൾട്ട് ഇപ്പം നമുക്ക് ദാഹിക്കുമ്പോൾ എല്ലാവരും വിചാരം എന്താ, വെള്ളത്തിന് വേണ്ടി ദാഹിക്കണമെന്ന്. പക്ഷെ പല ടൈമിലും നമുക്ക് വേണ്ടിയത് സാൾട്ടാണ്. മെജോറിറ്റി ഓഫ് ടൈമിൽ നമ്മൾ ബോഡിക്ക് വേണ്ടി ഇലക്ട്രോലൈറ്റ്സാണ്. ഇപ്പൊ കളിക്കാരൊക്കെ ഇതിന്റെ കളിന്റെ ഇടയിലൊക്കെ വെള്ളം കുടിക്കണല്ല, ഇലക്ട്രോലൈറ്റ്സാണ് കുടിക്കുക. ഇലക്ട്രോലൈറ്റ്സ് പറഞ്ഞാൽ എന്താ, സാൾട്ടാണ് നാച്ചുറൽ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഏറ്റവും നല്ലത്. ഉപ്പ് ഹ്യൂബർമാൻ പറയുന്നുണ്ട്, മൂപ്പര് രാവിലെ ഫസ്റ്റ് പണി മൂപ്പർക്ക് ഉപ്പിട്ട വെള്ളം കുടിക്കുക. കാരണം ഉറങ്ങി നിൽക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് അത്രയും ഡൗൺ ആയിക്കാരും ബോഡിയിൽ. അപ്പൊ ഉപ്പിട്ട വെള്ളം കുടിക്കുക, രാവിലെ ഉപ്പിട്ട വെള്ളം കുടിക്കുക. അതേപോലെ ഉള്ളുപ്പായണല്ല, രാവിലെ ഉപ്പിട്ട വെള്ളം കുടിക്കുക, വർക്കൗട്ടിന്റെ ഇടയിൽ ഉപ്പിട്ട വെള്ളം കുടിക്കുക. കാരണം നമ്മൾ വർക്കൗട്ടിന്റെ ഇടയിൽ നമുക്ക് വേർപ്പിലൂടെ സോഡിയം ക്ലോറൈഡ് അങ്ങനത്തെ പല ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടും. അപ്പൊ അത് റീഗെയിൻ ചെയ്യണമെങ്കിൽ വെള്ളം കുടിക്കുക. അതേപോലെ വർക്കിന്റെ ഇടയിൽ ഉപ്പിട്ട വെള്ളം കുടിക്കുക. എങ്ങനെയാ അറിയാം, ഉപ്പിട്ട വെള്ളം കുടിച്ചു നോക്കുക. ഉപ്പിട്ട വെള്ളം കുടിക്കുമ്പം നമുക്ക് നല്ല കയ്പാണെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ മതി എന്നാണ്. ഉപ്പിട്ട വെള്ളം കുടിക്കുമ്പം നമുക്കൊരു നോർമൽ ടേസ്റ്റാണ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപ്പിട്ട വെള്ളം തന്നെ കുടിക്കണം. അല്ല, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബോഡിയിൽ സോഡിയം കൂടുമ്പം നമുക്ക് നാവിൽ ഉപ്പിൻ്റെ കയ്പ്പ് വരും. ബോഡിയിൽ സോഡിയം കുറയുമ്പോൾ ഉപ്പിൻ്റെ കയ്പ്പ് കുറയും. പിന്നെ നമ്മൾ ആൾക്കാരൊക്കെ വിചാരം എന്താ, വെള്ളം കുടിക്കാതെ നിൽക്കണതാണ് പ്രശ്നം, എല്ലാവരും അതാണ് പേടി. പക്ഷെ വെള്ളം കുടിക്കാതെ നിൽക്കണക്കാട്ടിയും വെള്ളം കൂടുതൽ കുടിച്ചിട്ടാണ് ആൾക്കാർ മരിച്ചത്. അത്ലറ്റ്സ് ഒക്കെ ഓവറായിട്ട് വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ഓലക്ക് ഈ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പിന്റെ കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നമുള്ളൂ. ഈ വെള്ളത്തിനപ്പുറത്തേക്ക് ഉപ്പിലെങ്ങനെ കാണേണ്ടി, അതായത് വെള്ളത്തിൽ നമ്മൾ കുടിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാനിപ്പോ ഇപ്പോഴത്തെ പഠനം WHO ഇറക്കിയൊരു പഠനമാണ്. അതായത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ വെച്ചിട്ട് നടന്ന പഠനമാണ്. ഇന്ത്യയിൽ മനുഷ്യന്മാർ അവരുടെ കൺസംഷൻ, ഒരു ദിവസത്തെ ഉപ്പിന്റെ കൺസംഷൻ 5 ഗ്രാമിന്റെ അടിയിലേക്ക് ആക്കിയാൽ ഇന്ത്യയിൽ 3 ലക്ഷം ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ മരണത്തിൽ നിന്ന്. അതേപോലെ ഇന്നിപ്പോൾ ഒരു ഡോക്യുമെന്ററി കണ്ടു, ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക നെഗറ്റീവ് സാധനങ്ങളെയും കവർ ചെയ്യാനുള്ള ഒരു സാധനമായിട്ടാണ് യൂസ് ചെയ്യാറ്. ഉപ്പും സോഡിയവും ഡിഫറെന്റ് ആണ്. ഉപ്പിൽ സോഡിയം ഉണ്ടാവും, പക്ഷെ ആളുകള് ഈ പെപ്സിയില് അല്ലെങ്കിൽ ഷുഗർ ഫ്രീയിലൊക്കെ സോഡിയത്തിന് അളവ് കൂട്ടി. അങ്ങനെ ആയിരിക്കില്ലേ? അത് വേറെ. സോഡിയം കൂട്ടിയിടുന്നത് ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ കോമ്പിനേഷനിൽ വ്യത്യാസം ഉണ്ടാകുമ്പം ഉപ്പിൽ ഈ സോഡിയത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, സോഡിയം ഹൈ ആയതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ ചിലർ പറയില്ലേ, ബ്ലഡ് പ്രഷർ ഉണ്ടായാൽ ഉപ്പിട്ട വെള്ളം കുടിക്കരുത്. അതാണ് മെയിൻ ഇഷ്യൂ. ഇപ്പൊ ഈ അസോസിയേഷനൊക്കെ അങ്ങനെ പറയാനുള്ള കാരണം ബ്ലഡ് പ്രഷർ കൂടും അങ്ങനെ. പക്ഷെ അതിനൊന്നും അടിസ്ഥാനമൊന്നുമില്ല.
ഇപ്പം ഇപ്പൊ ഈ WHO പഠനത്തിൽ തന്നെ ഇപ്പൊ 3 ഗ്രാം മുതൽ 10 ഗ്രാം വരെയാണ് ഇന്ത്യയിൽ ഒരാൾ ആവറേജ് ഒരാൾ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ്. അപ്പോ 5 ഗ്രാമാണ് അതിന്റെ മിനിമം. അതിന്റെ അടിയിലേക്ക് കുറക്കണം എന്നുള്ളതാണ് ഇവര് പറഞ്ഞ പഠനം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ, സോഡിയത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത്രയും ശരീരത്തിന് കേടാണ്. ഇപ്പം സോഡിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓസ്മോളാരിറ്റി എന്ന് പറയും. ഉപ്പിന്റെ അളവ് കൂടിയാൽ ഓസ്മോളാരിറ്റി നോക്കിയിട്ട് നമ്മൾ കിഡ്നി ഓട്ടോമാറ്റിക് അത് മൂത്രമൊഴിച്ച് ഒഴിവാക്കും. അപ്പം ഉപ്പിന്റെ അളവ് കൂടിയാലും ഉപ്പിന്റെ അളവ് കുറഞ്ഞാലും കിഡ്നി അതിനനുസരിച്ച് ബാലൻസ് ചെയ്യും. കുറഞ്ഞ നമ്മൾ എടുത്തു കൊടുക്കണം, കിഡ്നി അതിനനുസരിച്ച് ബാലൻസ് ചെയ്യും. പിന്നെ ചില ആളുകൾ ഷുഗറിന്റെ കൺസപ്ഷൻ കൂടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുമ്പോൾ കിഡ്നിന്റെ ഫംഗ്ഷന്, ലിവറിന്റെ ഫംഗ്ഷന് പ്രശ്നം പറ്റും. കിഡ്നിന്റെ ലിവറിന്റെ ഫംഗ്ഷന് പ്രശ്നം പറ്റുമ്പോൾ പിന്നെ ഉപ്പ് പ്യൂരിഫൈ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് പ്യൂരിഫൈ ആവാതെ വരും എക്സസ് ആയി വരുമ്പോൾ. പക്ഷെ എക്സസ് ആകുന്ന കേസ് വളരെ റയറാ, എക്സസ് ആയി ഉപ്പ് കഴിക്കണതൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ 5 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളമ്മമാരൊക്കെ കറിയിൽ എത്ര കാലം ഉപ്പായിട്ടുണ്ടാവും. അതൊക്കെ വെറുതെ. നമ്മളെല്ലാ സാധനത്തിലും ഉപ്പുണ്ടാവും. നമ്മളിപ്പോൾ കഴിക്കണം ചിപ്സും കാര്യങ്ങളും ഫുള്ള് ഉപ്പ് തന്നെ കയറും. പിന്നെ ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ ഉപ്പുള്ള കൂടുതൽ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദാഹിക്കും. ശ്രദ്ധിച്ചിനോ? ഉപ്പിട്ട സാധനങ്ങൾ കൂടുതലേക്കും ഭയങ്കര ദാഹിക്കും ചില സാധനങ്ങൾ. അതെന്താ വെച്ചാൽ നമ്മൾ ബോഡി ഓട്ടോമാറ്റിക് ഓസ്മോളായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ചോദിക്കും. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ എക്സ്ട്രാ ഉള്ള ഉപ്പ് മൂത്രമൊഴിച്ച് പോകും. പിന്നെ ആവശ്യമില്ലാതെ വെള്ളം കുടിച്ചാലും ഉള്ള ഉപ്പും പോവും. ചില ആൾക്കാർ ഉള്ള ഉപ്പും പോവും. അങ്ങനെ അറ്റാക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ നേരത്തെ ഇതിൽ ഫൈബറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഫൈബറിനോട് ചേർത്ത് പറഞ്ഞ സാധനമാണ് ഈ ഫാസ്റ്റിംഗ് ഉണ്ടാവുക. ഫാസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫാസ്റ്റിംഗ് എന്തെല്ലാം സെൻസിലാണ് ഞാൻ കേട്ടെടുത്തോളം ഫാസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനുഷ്യൻ്റെ ശരീരത്തിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നൊരു? ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത് റെഗുലർലി ചെയ്യുന്ന ആളുകളാണ്? അതായത് ഒരു വീക്ക്ലി ബേസിസിലോ ചെയ്യുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ടൊക്കെ ആവാം പണ്ടത്തെ ആൾക്കാർക്ക് അസുഖങ്ങൾ കുറവും, കൂടുതൽ കാലം ജീവിച്ചതൊക്കെ. കാരണം ഓൾക്ക് എപ്പോഴേലും ഫുഡ് കിട്ടുള്ളൂ, ബാക്കി സമയത്തൊക്കെ. പിന്നെ മനുഷ്യന് പറഞ്ഞാൽ 3 നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ബോഡിയല്ല മനുഷ്യൻ്റെ. ഇപ്പൊ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഓല് വിശക്കുമ്പോഴാണ് വേട്ടയാടാൻ പോവാ, 2 ദിവസം കൂടുമ്പോഴൊക്കെ കഴിക്കാനും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു കൾച്ചർ പറഞ്ഞാൽ 4 നേരം ഫുഡ്, 3 നേരം അങ്ങനെ മനുഷ്യൻ കഴിച്ചതിന് ശേഷമാണ് മനുഷ്യന് അസുഖങ്ങൾ വരാൻ തുടങ്ങിയത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫാസ്റ്റിങ് ചെയ്യുമ്പം ഉദാഹരണം പറഞ്ഞാൽ ഓട്ടോഫാഗി പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഓട്ടോഫാഗി അതായത് നമ്മളെ സെല്ല് സ്വയം ക്ലീൻ ചെയ്യും. നമ്മൾ ഫാസ്റ്റിങ്ങിൽ അതായത് ക്യാൻസർ സെൽസ് ഒക്കെ നശിക്കും. ക്യാൻസർ അങ്ങനത്തെ ആ ഓട്ടോഫാഗി നടക്കണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൺസെപ്റ്റിലുള്ള രാവിലെ മുതൽ രാത്രി വരെയുള്ള ആ ഫാസ്റ്റിംഗ് തന്നെയാണോ? ഫാസ്റ്റിംഗ് പറഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ് ഒഴിവാക്കൽ അതൊക്കെ ഫാസ്റ്റിംഗ്? ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫാസ്റ്റിംഗ് അല്ല. ഫാസ്റ്റിംഗ് പറഞ്ഞാൽ നമ്മൾ ഒരു ഇത്ര സമയത്തേക്ക് ഫുഡ് കഴിക്കാതിരിക്കാം. ഇപ്പൊ നോമ്പ് വെക്കണമ്പോ ഞങ്ങൾ സുബഹി മുതൽ മഗ്‌രിബ് വരെ ഫുഡ് കഴിക്കാതിരിക്കല്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആൾക്കാർ അതായത് ഒരു 16 മണിക്കൂർ തിന്നുന്ന ടൈം കുറക്കാം. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ച് തീർക്കുക, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങളും പിന്നെ അതൊക്കെയാണ് മെയിൻ ബെനിഫിറ്റ്. പിന്നെ ഇപ്പോഴത്തെ ഫാസ്റ്റിങ് 8 മണിക്കൂർ കൂടുതൽ ഫാസ്റ്റിങ്, ഇപ്പം ഒരു പഠനത്തിന് കോമഡി പറയാം, 8 മണിക്കൂർ കൂടുതൽ ഫാസ്റ്റിങ് ചെയ്താൽ ക്യാൻസറിൻ്റെ റിസ്ക് കൂടും, ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കൂടുതലാണെന്ന് പറഞ്ഞാൽ വലിയൊരു അസോസിയേഷൻ തന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് വെക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, 8 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിൻ്റെ ഇടയിൽ തേച്ച് ഫുഡ് കഴിക്കേണ്ടി വരും. ഉറക്കം ഒരു ഫാസ്റ്റിംഗ് തന്നെയാണ്, ഉറക്കൊരു ഫാസ്റ്റിംഗ് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരു ഫാസ്റ്റിംഗ് തന്നെയാണ്, ഒന്നും കഴിക്കണില്ലല്ലോ ആ ഒരു റിക്കവറി. അതേപോലെ തന്നെ ഫാസ്റ്റിങ്ങിന് അതിൻ്റേതായ ഇപ്പോൾ രാവിലെ നീക്കുമ്പം നമ്മൾ ഈ രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഇൻസുലിൻ സ്പൈക്ക് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് വിശപ്പില്ലെങ്കിൽ കുറച്ച് വൈകി കഴിച്ചാൽ അപ്പം അത്ര ടൈം നമുക്ക് ബോഡി ഫ്രീ ആയി കയറും. ഇപ്പോൾ ബോഡിത്തെ ഓർഗൻസൊക്കെ എപ്പോഴും ഡൈജഷന് ഫോക്കസ് ചെയ്താൽ നമ്മൾ ബോഡി വേറെയുള്ള ആവശ്യത്തിന് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മൾ ഇമ്മ്യൂണിറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബോഡി ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബോഡിക്ക് കുറച്ച് ഫ്രീ ടൈം വേണം റിക്കവറിക്ക്.
അപ്പോൾ ആ റിക്കവറിക്ക് എത്ര ഫാസ്റ്റിങ് കൊടുക്കണോ അത്ര നമ്മളെ ബോഡി റിക്കവർ ആവും, അത്ര ബോഡിയിൽ അസുഖങ്ങളില്ലാതെക്കും. ഈ പണ്ടത്തെ പണ്ഡിതന്മാർ പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്, അഥവാ കൽബിൻ ഹംസത്തിൻ എന്ന് പറഞ്ഞിട്ട് എണ്ണുന്നുണ്ട്. ഈ കൽബിന് ഹൃദയത്തിനും മനസ്സിനൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് 5 ഉപാധികൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തേത് തിലാവത്ത്, അങ്ങനെ എണ്ണീട്ട് രണ്ടാമത്തേത് എണ്ണുന്നത് ഖലാ ഉൽ ബത്തൻ, ഭക്ഷണം കഴിക്കാതെ പള്ള ഖാലിയാക്കിയിടുക. പള്ള കാലിയാക്കിയിടുന്നത് ഒരു നമ്മളെ മനസ്സിനും ഹൃദയത്തിനും ഒക്കെ ഒരു ഉന്മേഷത്തിനും ഒക്കെ അതാണ് ഏറ്റവും വലിയ നല്ല മരുന്ന് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മറ്റേ ആൻഡ്രൂ ടൈറ്റ് ഓൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട് ഒരു നേരം ഫുഡ് കഴിക്കണുള്ളൂ. കാർണിവോറാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ മീറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ കഴിക്കാറ്. എനിക്ക് ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയണം. ഇപ്പൊ ഇവിടെ ഉള്ള ഡയറ്റുകൾ ഇപ്പൊ ഞാൻ കേട്ടെടുത്തോളം നിങ്ങൾ കുറച്ചുകൂടി കാർണിവോർ ബേസിലാണ് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതോടൊപ്പം ഈ ലോ ഫാറ്റ് ഹൈ കാർബ് ഡയറ്റുകളുണ്ട്, ലോ കാർബ് ഡയറ്റുകളുണ്ട്. അപ്പം ഈ ഡയറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ്. കാർണിവോർ പറഞ്ഞാൽ ഫൈബർ ഉണ്ടാവില്ല, അതായത് ഇറച്ചി മീനും മാത്രം, അങ്ങനെ ഒരു സംഭവം. ഇറച്ചി മീൻ മുട്ടയും കാര്യങ്ങളും. ഈ കീറ്റോ പറഞ്ഞാൽ അതിൽ ഫൈബർ ഉണ്ടാവും, ഈ ഇറച്ചി മീനിൻ്റെ കൂടെ തന്നെ അതിൽ തൈരും ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് രണ്ടും അല്ലാതെ ഈ തൈരും അതേപോലെ തൈര് പെർമനന്റ് വിക്കിൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഫൈബർ ഇല്ലാതെ അങ്ങനെ. ഈ കീറ്റോ അല്ല കാർണിവോർ അങ്ങനെ. ഈ ലോ കാർബ് ഡയറ്റ് ആണോ അപ്പോൾ? ലോ കാർബ് പറഞ്ഞാൽ കാർബൺ ഇല്ലാത്തതാണ് ബെസ്റ്റ് എന്ന് പറയല്. പിന്നെ ലോ കാർബ് ഡയറ്റ് വേറെ ഉണ്ട്, അതേപോലെ കുറച്ച് കാർബ് കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പ്രോട്ടീനും ഫാറ്റും. പിന്നെ നമ്മളെ നാട്ടിൽ പൊതുവെ ഡോക്ടേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ബാലൻസ്ഡ് ഡയറ്റ്. ഈ ലോ കാർബ് ഡയറ്റ് ആണ് കുറച്ചുകൂടി ബാലൻസ്ഡ് ഡയറ്റ് എന്ന് അങ്ങനെ പല ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ കേട്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ലോ കാർബ്. ഇപ്പം അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൻ്റെ മറ്റേ പിരമിഡ് നോക്കിയാൽ ഹൈ കാർബ് തന്നെയാണ്. 50% കൂടുതൽ കാർബ് കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ കാർബ് കഴിച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. നമ്മള് ഇപ്പൊ കലോറിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്ത് കഴിച്ചാലും പ്രശ്നമില്ല, കലോറി നോക്കിയാൽ ഇത്ര കലോറിയാണ് എനിക്ക് വേണ്ടത്. അത് വേറെ ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ്, അതായത് കാൽക്കുലേറ്റഡ് കലോറി ബേസ്ഡ് ഡയറ്റ്. എനിക്ക് ഇടക്ക് ചിരി വരും, പക്ഷെ ഒരുപാട് ന്യൂട്രീഷ്യൻസുകൾ ഇത് സജസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ ഇത്ര കാലറി ഇൻടേക്ക്. അതായത് ഞാൻ ഇപ്പൊ ജിമ്മിൽ ചേർന്നില്ലേ, ഞാൻ ഒരു ചങ്ങാതിനോട് ഇങ്ങനെ പറഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു നിങ്ങളെ ഹൈറ്റും വെയിറ്റും പറഞ്ഞേരി, ഞങ്ങൾക്കൊരു കലോറി എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഒരു കണക്ക് പറഞ്ഞു തന്നു. അപ്പൊ അത് ഞാനത് ഫോളോ ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ മനസ്സിൽ അതാണ് അതിന്റെ വേ എന്നുള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ കലോറി സെയിം അല്ല. പ്രോട്ടീനിന് കലോറി വരുന്നത് വേറെയാണ്, ഫാറ്റിന് കലോറി വരുന്നത് വേറെയാണ്. ഓരോ കലോറിയും ഈ ഓരോ ടൈപ്പ് കലോറിയും ബോഡിയിൽ പ്രവർത്തിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെല്ലതും ഒരേപോലെ കഴിച്ചാൽ, ഇപ്പം കലോറി നോക്കിയിട്ട് കാർബ് കൂടുതൽ കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് പ്രോട്ടീൻ കുറച്ച് ഫാറ്റ് കുറച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഡയറ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രത്യേകത. അതായത് ഹൈ ഫാറ്റ് ഹൈ പ്രോട്ടീന് ബോഡി ഓട്ടോമാറ്റിക്കലി തടി കുറക്കുന്ന ആൾക്കാരാണ് ഈ കലോറി ഡെഫിസിറ്റിലേക്ക് പോകും. ഇപ്പം കലോറിൻ്റെ പ്രശ്നമൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തടി കുറക്കണതിനനുസരിച്ച് ഒരു സീസൺ കഴിയുമ്പോൾ ഒരു 500 കലോറി കുറക്കുക, ഒരു സീസൺ ലാസ്റ്റ് പട്ടിണിയാവും. അതാണ് ഈ കലോറിൻ്റെ പ്രശ്നം. പിന്നെ മനുഷ്യന്മാരെ ബോഡി പറഞ്ഞാൽ എങ്ങനെ കലോറി കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ചെയ്യണത്. ഇപ്പോൾ ഒരേ വെയിറ്റുള്ള ഹൈറ്റുള്ള ആൾക്കാരുടെ ബോഡി രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക, രണ്ടും ഡിഫറെൻറ്റ് മെറ്റബോളിസം. രണ്ടാൾ ഹോർമോൺസും രണ്ടാൾ ജെനറ്റിക്സും വ്യത്യാസം ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരേ കലോറി ഒരേ മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെയല്ല. നമുക്ക് വിശപ്പിനനുസരിച്ച് നല്ല ഫുഡ് കൂടുതൽ കഴിക്കാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ബേസിക്കലി അപ്പം നമ്മളെന്താ ചെയ്യേണ്ടി? ഒരു മനുഷ്യൻ സാധാ പോലെ നല്ല നിലക്ക് ജീവിക്കാൻ എന്താ ചെയ്യേണ്ടി? അപ്പോൾ നമ്മൾ നാട്ടുകാർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ രാവിലെ കഴിക്കണം പത്തിരി പുട്ട് എന്തായിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങൾ കുറച്ചിട്ട് നല്ല ഫാറ്റും പ്രോട്ടീനും സോഴ്സ് ആയിട്ട് ചെയ്യാം. അതായത് മുട്ടയും പനീറൊക്കെ ആണെങ്കിൽ ഫാറ്റും പ്രോട്ടീനും അതിലുണ്ടാവും, നിങ്ങൾ എക്സ്ട്രാ ഫാറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചിക്കനും ബീഫും ഫിഷും അങ്ങനത്തെ സാധനങ്ങൾക്കാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഫാറ്റ് ആഡ് ചെയ്തുകൊണ്ട് കഴിക്കാം. അതായത് പൊരിച്ചാലും കുഴപ്പമില്ല, മസാല ഇട്ടാലൊന്നും കുഴപ്പമില്ല. അപ്പം രാവിലെ ഞാൻ ഇങ്ങനെ ചെയ്യലെന്താ വെച്ചാൽ, രാവിലെ എത്രയോ പത്തിരിൻ്റെ അളവോ അങ്ങനത്തെ കുറക്കാൻ കുറച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എത്ര മുട്ട കഴിക്കാൻ പറ്റുന്ന അത്ര മുട്ട ആഡ് ചെയ്യും. ഇത്ര എണ്ണം മനുഷ്യന്മാർക്ക് നമ്പർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പോലും ഇത്ര എണ്ണം ഇത്ര കലോറി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എത്ര വിശപ്പുള്ള അത്ര കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ
രണ്ടാമത് ഉച്ചക്കും അതേപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാർബ് അത്രത്തോളം ഒഴിവാക്കിയിട്ട് അതിൽ മെച്ചം തന്നെ ഫുള്ള് ഒഴിവാക്കണം. അപ്പൊ അതിന്റെ കൂടെ ചിക്കനും ഫുള്ള് ഒഴിവാക്കാൻ പറ്റൂലേ? എനിക്ക് തോന്നുന്നു നമ്മള് ജനിച്ചു വളർന്നേ ആ ഒരു സിറ്റുവേഷൻ അല്ലേ, ചോറ് കറി കൂട്ടാൻ. അത് കുറച്ചു കാലം കുറച്ച് പോകുമ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ കഴിയും. അപ്പൊ ഉച്ചക്ക് ഇങ്ങനത്തെ ചോറിന്റെ അളവും ഇതൊക്കെ കുറച്ചിട്ട് ചിക്കനും ബട്ടറും അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക. രാത്രി ഇതേപോലെ തന്നെ എന്തെങ്കിലും ബീഫോ അങ്ങനെ എന്തെങ്കിലും ചോറിന്റെ അളവ് പറ്റ കുറച്ചിട്ട് അങ്ങനത്തെ അതിന്റെ കൂടെ കുറച്ച് ഫാറ്റ് സോസും പ്രോട്ടീൻ സെലക്ട് ചെയ്യുമ്പോൾ പച്ചക്കറി എന്നുള്ള പ്രോട്ടീൻ സെലക്ട് ചെയ്യരുത്, അനിമൽ സോസ് എന്നുള്ള പ്രോട്ടീൻ തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ ഫാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ബട്ടറോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഇതിലിട്ട് പൊരിച്ചാലും മതി, അതിലിട്ട് കുക്ക് ചെയ്താലും മതി. അത് പച്ച കഴിക്കണം എന്നില്ല. അപ്പം അങ്ങനെ കഴിക്കാം. അപ്പം 3 നേരം ഇങ്ങനെ ഫാറ്റും പ്രോട്ടീനും ഉള്ള ഡയറ്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ദഹനത്തിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യുക. പിന്നെ ആഴ്ചയിൽ കുറച്ച് ഒരു 2-3 ദിവസം ബീഫിൻ്റെ ലിവർ ആഡ് ചെയ്യുക. ബീഫിൻ്റെ എല്ലേറ്റ് ബോൺ മാരോ കഴിച്ചു കൊടുക്കാം. ഈ ബോൺ മാരോ കഴിച്ചു കൊടുക്കുമ്പം അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടും. പ്രോട്ടീനും ഫാറ്റും മാത്രം പോരാ നമുക്ക്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് കിട്ടും ഈ ഇതിന്നും ലിവറിനും അതേപോലെ ബോൺ മാരോന്നും. അപ്പോൾ അത് കഴിച്ചു കൊടുക്കാം. ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്താൽ സെറ്റാവും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ബോഡിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങളോ ഡെഫിഷ്യൻസിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫാറ്റും പ്രോട്ടീനും കഴിക്കുക. പ്രോബയോട്ടിക്സ് ആയിട്ട് ഫെർമെൻറ്റഡ് പിക്കിൾസോ അച്ചാർ കഴിച്ചാലൊന്നും കുഴപ്പമില്ല. അച്ചാർ കഴിച്ചാലും തൈര് കഴിച്ചാലും ഒന്നും കുഴപ്പമില്ല. അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ലിവറും ബോൺമാരും കഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് ഡയറ്റ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് തടി കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനത്തെ കീപ്പ് ചെയ്യാൻ പറ്റും, റെഡിയാക്കാൻ കഴിയും, നല്ല നിലക്ക് ജീവിക്കാൻ കഴിയും, നല്ല തണ്ടും തടിയോട് കൂടിയിട്ട്. ഹദീസിൽ പറഞ്ഞ പോലെ അതായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമ, ഏറ്റവും ഇഷ്ടമുള്ള മുഅ്മിന്. അത് ഇങ്ങനെ ഉണങ്ങി ഒട്ടിയിരിക്കുന്ന ഒരു മീനല്ല, മറിച്ച് ഫിറ്റ്നസ് ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ശക്തനായ മുഅ്മിനെയാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അങ്ങനെ തണ്ടും തടിയുള്ള മനുഷ്യന്മാരായിട്ട് നിൽക്കുക. അപ്പോൾ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമ്മുടെ കൂടെ ഉള്ളത് കോച്ച് ഹാഷിമാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജും പല പരിപാടികളുണ്ട്. സ്വന്തമായിട്ട് ഡയറ്റ് ന്യൂട്രീഷൻ ഇത് പറഞ്ഞു കൺസൾട്ട് ചെയ്യുന്ന പരിപാടികൾ. ഈ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട, അതിലെല്ലാം പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് ടൈം വിത്ത് അസ്. ഓക്കെ, വെറുതെ